السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഈ വേദിയിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അടിസ്ഥാന ആദർശം എന്ത് എന്നതാണ് ഉദ്ഘാടന സംസാരത്തിലും അതിനു മുമ്പ് നിർവഹിക്കപ്പെട്ട ആമുഖ സംസാരത്തിലും എല്ലാം ആവർത്തിച്ച് നാം മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമെന്ന രണ്ട് പ്രമാണങ്ങൾ വളരെ വ്യക്തമായി വരച്ചു കാണിച്ച വിശ്വാസമാണ്, ആദർശമാണ് ഇസ്ലാമിന്റെ നയ നിലപാടുകൾ. ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞു പ്രചരിപ്പിച്ച കഥകളോ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ട കാഴ്ചകളോ എവിടെങ്കിലും പാടിയ പാട്ടുകളോ അല്ല ഇസ്ലാമിന്റെ പ്രമാണമെന്നത്. ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഉമ്മാമക്കഥകളുമൊന്നും ദീനായി മതമായി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കണിശമായി പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. ലോകത്തിന്റെ സട്ടാവ്, മനുഷ്യന്റെ സട്ടാവ്, ആകാശലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അവതരിപ്പിച്ച നിയമങ്ങളാണ് ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും. അത് ഏറ്റവും അടിസ്ഥാനമാണ് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും. അതിവിടെ വിശദീകരിക്കപ്പെട്ടു. ഇത്ര വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട പ്രമാണബദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വീകരിക്കാൻ കൽപ്പിക്കപ്പെടുമ്പോഴും ആ കൃത്യമായ വഴിയെ തകർക്കുവാനും അട്ടിമറിക്കുവാനും ആ സ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം സ്ഥാപിക്കുവാനുമുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശ്രമമാണ് ഷിയായിസം എന്ന പേരിൽ ഇന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന തെറ്റായ പിഴച്ച വാദങ്ങളെ, ആശയങ്ങളെ, വിശ്വാസങ്ങളെയെല്ലാം പ്രചരിപ്പിക്കുവാനായി രംഗത്ത് വന്ന അല്ല ബോധപൂർവം ഉണ്ടാക്കിവിട്ട ഒരു തെറ്റായ പിഴച്ച സംഘമെന്നത്. അവരാണ് ഈ മൊത്തം വിശ്വാസ സംഹിതകളെ, പ്രമാണങ്ങളെ എല്ലാം അട്ടിമറിക്കാൻ ഏറ്റവും വലിയ പരിശ്രമങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നിർവഹിച്ചത്. അതിന് ചില നേർചിത്രങ്ങളാണ് ഇന്നത്തെ ഈ ആദർശ സമ്മേളനത്തിൽ നാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങൾ ഊന്നിയാണ് ഇന്നത്തെ എന്റെ സംസാരം. ഒന്ന് ഷിയായിസം തന്നെയാണ്. കാരണം ലോകത്ത് വന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും മുഴുവൻ അനാചാരങ്ങളെയും മുസ്ലിമീങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പേരിൽ തന്നെ കടത്തിക്കൂട്ടുവാൻ ശ്രമിച്ച ഏറ്റവും പഴച്ച സംഘമാണ് ഷിയാക്കൾ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്, ആ ഷിയാക്കൾ നമ്മുടെ നാടുകളിൽ ഏതാണ്ട് 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആസൂത്രിതമായി പ്രവർത്തിക്കുകയും അതിന്റെ ഒരു ഭാഗം എന്നോണം ഈ നാട്ടിലെ ആളുകളെ വഴിതെറ്റിക്കുവാനായി അവർ സ്ഥാപിച്ചെടുത്ത കുണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന ഷിയ നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ഒരു ഭാഗം. മൂന്നാമത്, ആ ഷിയാക്കളുടെ ആശയത്തെ ത്വരീഖത്തിലൂടെ അതേപോലെ തസൗഫിലൂടെ ഈ നാട്ടിലേക്ക് സമസ്ത എന്ന സംഘടനയുടെ പേരിൽ പ്രചരിപ്പിക്കുകയും
അങ്ങനെ വളരെ എളുപ്പത്തിൽ ആ ഷിയായിസത്തെ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് അവരെങ്ങനെയാണ് തിരികെ കയറ്റിയെന്നതിന്റെ ചില ഭാഗങ്ങളുമാണ് ഇന്നത്തെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന. അല്ലാഹു തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. യഥാർത്ഥത്തിൽ ലോകവ്യാപകമായി തന്നെ ഷിയാക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. എങ്ങനെയാണ് ലോക മുസ്ലിമീങ്ങളെ വിശ്വാസ രംഗത്ത്, ആദർശ രംഗത്ത്, ആചാരങ്ങളിൽ എങ്ങനെയെല്ലാമാണ് വഴിതെറ്റിക്കാൻ പറ്റുക എന്ന കൃത്യമായ പ്ലാൻ തയ്യാറാക്കി വളരെ ആസൂത്രിതമായി മുസ്ലിമീങ്ങളുടെ ദീനിനെ തകർക്കുവാൻ ജൂതന്മാർ പടച്ചുവിട്ട ഒരു സൃഷ്ടിയാണ് യഥാർത്ഥ ഷിയാക്കൾ എന്നത്. അവരുടെ ആസൂത്രണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉസ്താദ് തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രസംഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ആയത്തുല്ലാ ഖുമൈനി ഷാ പഹ്ലവിയെ പരാജയപ്പെടുത്തി ഇറാനിന്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ലോകത്തുള്ള ഈ ഷിയ സംഘടനകളുടെ വലിയ ആയത്തുള്ളമാർ ഒന്നിച്ചൊരുമിച്ചുകൂടി ഒരു യോഗം ചേർന്ന് 50 കൊല്ലം കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ 60% ഷിയാക്കണം എന്നൊരു തീരുമാനമുണ്ട് അവർക്ക്. അതിന് അവരുടെ മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ്, കുറച്ചൊന്നുമല്ല, മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നാ. എത്ര വലിയ ലോക കോടീശ്വരന്മാരുള്ളവരാ. ഈ പണം ഇറക്കിയിട്ട് അറബി ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു കക്ഷിയിൽ ഒരു ഭാഗത്ത് ഷിയാക്കളാ. എവിടെ നോക്കിയാലും ബഹ്റൈനിൽ ഉണ്ടായത് അതാണ്, യമനിലുണ്ടായത് അതാണ്, ഇനിയിപ്പോഴും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാ അറബി നാടുകളിലും ഒരു ഭാഗത്ത് വരാം. ഇനി അങ്ങനെ നടക്കൂലല്ലോ നമ്മളെ നാട്ടിലൊന്നും. നമ്മളൊക്കെ മതേതര രാജ്യമല്ലോ. ഇവിടക്ക് പറ്റിയ മാർഗമാണ് ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെ ശൈഖന്മാരായി അഭിനയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുക. അതിന് കോടികൾ വെള്ളം പോലെ ഒഴുക്കുന്നുണ്ട്. മനസ്സിലാവും. ഇപ്പൊ ഇയാളെ പറ്റി തന്നെ ഞാൻ കേട്ടു. അജ്മീറിലൊക്കെ ചെന്നാൽ പണം അങ്ങനെ വെള്ളം ഒഴുകും പോലെ ഒഴുകുക. പണത്തിനൊരു പ്രശ്നം തന്നെ ഇല്ല. ഇവിടുന്ന് ഏതെങ്കിലും മുതലാളിമാർ കൊടുത്തിട്ടല്ലാതെ, മറിച്ച് ഇറാന്റെ ഫണ്ട് ഷിയ മതം പ്രചരിപ്പിക്കും. ഇവിടെ കേരളത്തിലെ ഉലമാക്കന്മാരുടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടിത ശക്തി ഒന്നുള്ളത് കൊണ്ടാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അവർ വളർന്നപ്പോഴും കേരളത്തിൽ അവർക്ക് വളരാൻ കഴിയാതിരുന്നത്. അതിപ്പെട്ടാണ് നമുക്കറിയാം. നിങ്ങൾക്ക് ചിലർക്ക് അറിയാൻ പറഞ്ഞില്ല, ഈ കൊണ്ടോട്ടി കൈക്കാരെന്ന് അറിഞ്ഞിട്ട് കുറെ കാക്കാമാർ വന്നില്ലല്ലോ. തങ്ങന്മാരൊന്നും അല്ല കേട്ടോ, അത് പേടിക്കൊന്നും വേണ്ട. തങ്ങന്മാരൊന്നുമല്ല, ഫക്കീറന്മാരെന്ന് ആ ഒരു തന്നെ പറഞ്ഞില്ല. ബോംബെന്ന് വന്ന ഷിയാക്കളാണ്. അവര് ബ്രിട്ടീഷുകാരുമായി, ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായി അവരുടെ ശമ്പളം വാങ്ങിയിട്ട് മുസ്ലിങ്ങളെ ഷിയ മതത്തിലേക്ക് കൂട്ടി ഇവിടെ അനൈക്യമുണ്ടാക്കാൻ ശ്രമിച്ചവരാണ് അവർ. അതിന് മറ്റേ ഷാ എന്ന് പറഞ്ഞിട്ട് കുറെ ഷാ, എല്ലാ ഷാ ഷിയായിന്ന് വന്ന ഷാ. അവിടെ മുഹറം 10 തീയിൽ ചാടൽ ഉൾപ്പെട്ട് നെരുന്തത്തടി വരെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടോ, വ്യക്തമായ പ്ലാനാണ് നമ്മുടെ നാട്ടുകാരനായ ഈ കീശേരിക്കാരനായ ഉസ്താദ് ഈ പ്രസംഗിച്ചത്. അപ്പൊ എല്ലാ രംഗത്തും എല്ലാ രാജ്യത്തും ഇവർ കൃത്യമായ ആസൂത്രണമുണ്ട്. അത് നമ്മുടെ നാട്ടിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് വഴിക്കാവുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു, ത്വരീഖത്തിന്റെ പേരിലാണ്, സൂഫി മാർഗത്തിലൂടെയാണ്. ത്വരീഖത്തുകാരായി ശൈഖുമാരായി രംഗത്ത് വന്ന് ഈ നാട്ടുകാരെ വിശ്വാസം പഠിപ്പിക്കാൻ, ഈ നാട്ടുകാരുടെ ആദർശം പഠിപ്പിക്കാൻ, ആചാരങ്ങൾ പഠിപ്പിക്കാനാണ് ഷിയാക്കൾ പരിശ്രമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. ഏതാണ്ട് 250 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പേരിട്ടിരിക്കുന്ന ആ ഷിയ മനുഷ്യൻ തങ്ങളെന്ന പേരിൽ രംഗപ്രവേശനം ചെയ്തു. അപ്പൊ അന്നു മുതൽ ഈ നാട്ടിൽ ദീനു മാറ്റുമടിക്കാനുള്ള പരിശ്രമം ഉണ്ട് എന്നർത്ഥം. ഇന്ന് നമ്മുടെ നാട്ടിൽ ആശയമായി കൊണ്ടുനടക്കപ്പെടുന്ന ഒട്ടുമിക്ക അനാചാരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ എല്ലാം 150 കൊല്ലം, 200 കൊല്ലം, 250 കൊല്ലം, അതിനപ്പുറത്തേക്ക് അതിലധികം ആയുസ്സൊന്നും കാണുകയില്ല. ഈ ഷിയാക്കളിലൂടെയാണ് ഈ നാട്ടിലേക്ക് അത്തരം അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവന്നത് എന്നർത്ഥം. ഇവിടെ വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹം പറഞ്ഞുവല്ലോ, സംഘടിതമായ പ്രവർത്തനം ഉണ്ടായതുകൊണ്ടാണ് വിജയിക്കാത്തത്. അല്ല, ആ സംഘടിതമായ പ്രവർത്തനങ്ങളെ തന്നെ ഈ ഷിയായിസത്തിന് വേണ്ടി, അതിന്റെ പ്രചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവര് പോലും അറിയാതെ സംഘടിതമായ ഈ സംരംഭങ്ങളെ പോലും ഉപയോഗിക്കുന്ന രീതിയാണ് ഷിയാക്കൾ സ്വീകരിച്ചു പോകുന്നത്.
ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇന്നത് പച്ചയായി പരസ്യമായി തന്നെ ഔദ്യോഗികമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ട്രസ്റ്റ് രൂപീകരിച്ച് ഔദ്യോഗികമായി ഷിയ എന്ന പേരിൽ തന്നെ ഇന്ന് പുറത്തു വരാൻ അവർ ധൈര്യം കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇത് കേവലം ഒരു സുന്നിമുജായി തർക്കമായി കാണേണ്ട വിഷയമല്ല. ഈ നാടിനെ ബോധപൂർവ്വം മുസ്ലിമീങ്ങളുടെ അഖീദയെ പിഴപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഉസ്താദ് പറയട്ടെ ഏതൊക്കെ രൂപത്തിലാണ് ഇവിടെ പ്രചാരണങ്ങൾ ഉള്ളത് എന്ന്. ഉസ്താദ്, ഈ കേരളീയ വർത്തമാന കാലത്ത് പ്രബോധന മേഖലയിലേക്ക് ഷിയ സ്വാധീനമുണ്ടോ? തീർച്ചയായും അതൊരു ഷിയിസം പല രീതിയിലും നുഴഞ്ഞു കയറാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മുമ്പ് വിവരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ സബ, അതിനെ തുടർന്ന് പിന്നീട് ജൂതന്മാരായ ചില ഏജന്റുമാരൊക്കെ അത് ഏറ്റെടുക്കുകയും അവരിതിൻ്റെ പ്രബോധനം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ബുദ്ധിപരമായ രീതിയിൽ പലപ്പോഴും ഈ ഒരു സ്വാധീനം നമ്മുടെ ഇസ്ലാമിക് മൂവ്മെൻറ്റുകളിൽ ഹറക്കാത്തുകളിൽ പോലും നടത്താൻ വേണ്ടി അത് കക്ഷിഭേദമന്യേ ഇപ്പോൾ അലി ശരീഅത്തിയുടെ പുസ്തകങ്ങൾ, കാംനിയുടെ പുസ്തകങ്ങൾ, അതുപോലെ വിലായത്തെ ഫഖീഹിയെക്കുറിച്ചുള്ള ചിന്താധാരകൾ, ഇതൊക്കെ പരിഭാഷകളിലായും അല്ലാതെയുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഇത് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി പലപ്പോഴും അത് ഇസ്ലാമിക ചിന്തകൾക്ക് മാത്രമാണെന്ന് പറയുമ്പോഴും ഇത് നൽകുന്നത് ഒരു ഷീഈ ചിന്താഗതിയെ വെള്ളപൂശുന്ന രീതിയിലുള്ള പല മൂവ്മെൻറ്റുകളും നമുക്ക് ഒരു ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കല്ല, നിഷ്പക്ഷമായി ആ വിഷയം വീക്ഷിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്വാധീനം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും ഈ സ്വാധീനം വന്നിട്ടുണ്ട് എന്ന് ഉസ്താദുമാർ ഇന്ന് എല്ലാവരും സമ്മതിക്കുന്ന സാഹചര്യമാണ്. അത് എവിടെയാണ് വന്നത് തിരിച്ചറിയേണ്ടതില്ലേ? ആ സ്വാധീനം തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൽ, ആചാരങ്ങളിൽ അതെങ്ങാനും എവിടെങ്കിലും വല്ല സ്വാധീനവും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട ബാധ്യത നമുക്കില്ലേ? ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ പ്രോഗ്രാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നു മാത്രമല്ല, നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഈ കീശേരിയിലും കുണ്ടോട്ടിയിലും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ഉസ്താദുമാരെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഷിയായിസം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ഉസ്താദ് പറയുന്ന ഭാഗം കൂടി കേൾക്കാം നമുക്ക്. നമ്മുടെയൊക്കെ നാടുകളിൽ, കാസർഗോഡും കർണാടകയിലും ഒന്നും അല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മേഖലയിൽ തന്നെ എത്തിയിരിക്കുന്നു ഈ മുസീബത്ത്. നേരത്തെ പറഞ്ഞ ഏതാ സർക്കാർ ബാപ്പാന്ന് മറ്റോ പറയുന്ന ഒരു തമയൻ കൊട്ടപ്പുറത്ത് ഒരുപാട് മുത്തഅല്ലിമീങ്ങളും സഅദി, ദാരിമി, സഖാഫി ഉൾപ്പെടെയുള്ള ആളുകൾ വരെ നമ്മളെ കൊട്ടപ്പുറത്ത് അവരൊരു ഏക്കർ സ്ഥലം ഒരാൾ വഖഫ് ചെയ്ത് ഒരു മൂല്യരാ അവിടെ ഇപ്പോൾ അവരെ വലിയ സെന്റർ വരാൻ പോവുകയാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ വരെ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഞാനിതൊരു 1.5 കൊല്ലം മുമ്പ് അറിഞ്ഞണി ഇവിടല്ല, കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നും അതിന്റെ പിന്നിൽ ചില നമ്മളെ മൂല്യമാരാണെന്നും അറിഞ്ഞ് അവരെ മറ്റുള്ളവരിൽ നിന്നിട്ട് വേർതിരിക്കുന്ന ഒരുപാട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാള് തുറന്ന് പച്ച ആയി പറയുന്നത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിന്റെ പിതാവായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ശപിക്കലും വിമർശിക്കലും ആക്ഷേപിക്കലും ഞങ്ങളുടെ ആദർശമാണ്, അത് ഞങ്ങളുടെ ദീനാണ്, മരണം വരെ അത് ഞങ്ങൾ ചെയ്യും. അറ്റൊന്ന് പോരെ വെച്ചതാണ് മനസ്സിലാക്കാൻ. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ മുസ്ലിംമാരെ പെടുന്നത്? അപ്പൊ സഹാബത്തിനെ വിമർശിച്ചാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും ഉറപ്പിനെ. അപ്പൊ കണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ കൊട്ടപ്പുറത്തടക്കം കേന്ദ്രമുണ്ടാകുന്നുവെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടുവത്രേ, കേന്ദ്രം സ്ഥാപിക്കപ്പെടുന്നുവത്രേ. എന്തിന്? ഷിയായിസം പ്രചരിപ്പിക്കാൻ. അദ്ദേഹം വേദനയോടെ ആ യാഥാർത്ഥ്യം പറഞ്ഞതാണ്, നാം കുറ്റപ്പെടുത്തുകയല്ല. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൽ
ഉള്ള മുതഅല്ലിമീങ്ങൾ വരെ അതിൽ പെട്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞത്. സഖാഫിമാരുണ്ട്, ദാരിമിമാരുണ്ട്, അതേപോലെ ഫൈസിമാരുണ്ട്, സഅദിമാരുണ്ട്. കിതാബ് ഓതി പഠിച്ചുവെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും അതിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല. വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ ആളുകൾ, സ്വഹാബിമാരെ ചീത്ത പറയുന്നവർ, ഹദീസിനെ പുച്ഛിക്കുന്നവർ, വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് വാദിക്കുന്നവർ, അതിന് പക്ഷേ മുസ്ലിയാരുടെ പേരിലും മൗലവിയുടെ പേരിലും ഒക്കെയായി പല രൂപത്തിലും പല സ്ഥലത്തും വരുന്നുണ്ട്. ഇപ്പൊ കാണാം CH മുസ്തഫ, അത് മറ്റൊരു ഷിയയാണ്. ഒക്കെ ഉള്ളിൽ അവരൊക്കെ ഒന്നാണ്. പുറത്തേക്ക് വ്യത്യസ്തമായ പേരിട്ടുകൊണ്ട് ഓരോ ടീമിനെ എങ്ങനെ പിടിക്കാൻ പറ്റുമോ അതിനെ പറ്റിയ ആളുകൾ ഇറക്കാറുണ്ട്. മുസ്ലിയാക്കന്മാരെ പിടിക്കാൻ അങ്ങനെ ചില മനുഷ്യന്മാരെ ഇറക്കുക, അല്ലാത്തവരെ പിടിക്കാൻ ഇങ്ങനെ ചില ആളുകൾ ഇറക്കുക. എല്ലാം ഷിയാക്കളുടെ അജണ്ടകൾ തന്നെയാണ്. എന്നിട്ട് എല്ലാത്തിനെയും ആശയം ഒന്നായിരിക്കും, സ്വഹാബത്തിനെ ആക്ഷേപിക്കുക. വിശിഷ്യ അബൂ ഹുറൈറയെ, മുആവിയയെ, ആയിഷ റളിയല്ലാഹുഅൻഹയെ അടക്കമുള്ള സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും മോശമായ പദപ്രയോഗങ്ങളിൽ പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ സ്വഹാബത്തിലുള്ള ഒരു ബഹുമാനത്തെ ഇല്ലാതാക്കാണ് ഷിയാക്കൾ അടിസ്ഥാനം തന്നെ. യഥാർത്ഥത്തിൽ ആരാ ഷിയാക്കൾ? ഇസ്ലാമിനെ തകർക്കാനായി ജൂതന്മാർ ഉണ്ടാക്കി വിട്ട പിഴച്ച ഒരു സംഘമാണ് ഷിയായിസം എന്നുള്ളത്. ഇസ്ലാമിന്റെ വിശ്വാസ മേഖലകളിൽ എല്ലാ രംഗത്തും ഇസ്ലാമിന് ബദലായി പുതിയ വിശ്വാസം പ്രചരിപ്പിക്കുകയും അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ പേരിൽ തെളിവുണ്ടാക്കിക്കൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് ഷിയാക്കൾ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന് ഷിയാക്കൾക്ക് വലിയ തെറ്റായ വിശ്വാസമാണ് അവർ കൊണ്ടെടുക്കുന്നത്. അള്ളാഹുവിന്റെ സിഫാത്ത്, നാമഗുണ വിശേഷങ്ങളിൽ, അതേപോലെ പടച്ചറബുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക മേഖലയിലും ഷിയാക്കളുടെ വിശ്വാസം വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച വിശ്വാസമല്ല. അല്ലാഹു തആല സൃഷ്ടികളിലേക്ക് അവതരിക്കുമെന്ന ഹുലൂലവാദം, ഇത്തിഹാദവാദം വരെ ഷിയാക്കളുടെ വാദമാണ്. അത് ത്വരീഖത്തിലൂടെ, തസവുഫിലൂടെ നമ്മുടെ നാട്ടിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രം. പ്രവാചകന്മാർക്ക് ദൈവികമായ പരിവേഷം നൽകി അവരൊക്കെ ലോകം നിയന്ത്രിക്കുന്നവരായി, അവരെല്ലാം എവിടെയും വിളിച്ചായി ഓടിയെത്തുന്നവരായി പരിചയപ്പെടുത്തിയത് ഷിയാക്കൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിതങ്ങളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. അല്ലാഹു തആല നബിയെ പടച്ചുവെന്നും എന്നിട്ട് ലോകം പടക്കാൻ അല്ലാഹു നബിയെ ഏൽപ്പിച്ചുവെന്നും ആ നബിയാണ് പിന്നീട് ബാക്കി പടച്ചത് എന്നും അങ്ങനെ നബിയാണ് അൽ മുദബ്ബിറു സാനി, രണ്ടാമത്തെ മുദബ്ബിർ നബിയാണ് എന്നും പിന്നീട് നബി അത് അലിയെ ഏൽപ്പിച്ചു, ബാക്കി അലിയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അതേപോലെ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ല എന്നും ഇന്ന് കാണുന്ന ഖുർആനൊക്കെ സ്വഹാബിമാർ പലരും വെട്ടിച്ചുരുക്കി ഒരുപാട് ഒഴിവാക്കി വിട്ട് അതിന്റെ ബാക്കി മാത്രമാണ് ഇന്നുള്ളത് എന്ന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. വിശുദ്ധ ഖുർആനിന് രണ്ടു തരം അർത്ഥമുണ്ട് എന്നും, ഒന്ന് ലാഹിറായ പ്രത്യക്ഷമായ അർത്ഥമാണ്, മറ്റൊന്ന് പരോക്ഷമായ ബാത്തിനായ അർത്ഥമാണ്. ആ പ്രത്യക്ഷാർത്ഥം മാത്രമാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അത് മാത്രമാണ് തഫ്സീറുള്ളത്. എന്നാൽ പരോക്ഷമായ അർത്ഥം പഠിപ്പിക്കാൻ ശൈഖുമാര് വരണം, ഇമാമമാര് വരണം എന്ന വാദമാണ് ഷിയാക്കൾക്കുള്ളത്. അത് തന്നെയാണ് ത്വരീഖത്തുകാർക്കുമുള്ളത്. ത്വരീഖത്തുകാരന്റെ വാദവും ഖുർആന് രണ്ടൈറ്റം അർത്ഥമുണ്ട് എന്നാണ്. മലയാളത്തിൽ പരിഭാഷ ഇറങ്ങി, വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് പരിഭാഷകൾ ഉണ്ടായിരിക്കെ മറ്റൊരു പരിഭാഷ ഇറങ്ങി. എന്താ? വിശുദ്ധ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. വിശുദ്ധ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. മറ്റുള്ള പരിഭാഷകളൊക്കെ ബാഹ്യമായ സാരം മാത്രമാണ് പഠിപ്പിച്ചത്. ഇത് ഉൾസാരം പറയാനാണ്, ബാത്തിനിയായ പരോക്ഷമായ അർത്ഥം പറയാനാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട പരിഭാഷ ഇന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമാണ്. അതേപോലെ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പിഴച്ച വിശ്വാസങ്ങൾ, അവര് മഹ്ഫൂദീങ്ങളാണ്, മഅ്സൂമീങ്ങളാണ്, ഇസ്മത്തുള്ളവരാണ്, പാപസുരക്ഷിതരാണ്, ദൈവികമായ പരിവേഷമുള്ളവരാണ്. വിശിഷ്യ അലി ഇബ്നു അബീ ത്വാലിബ്, അദ്ദേഹത്തെ കുറിച്ച് ചിലര് പറഞ്ഞു ദൈവികമായ അംശമുണ്ട്. ചില ഷിയാക്കൾ പറഞ്ഞു നബിയാകേണ്ടത് അലിയായിരുന്നു, ആളുമാറിയിട്ടാണ് വഹയ്യ് നബിക്ക് പോയത് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളുണ്ട്. അലിയാണ് മഹദി എന്നും ആ അലി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇനി ഖിയാമത്തിന് മുന്നോടിയായി വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളിലുണ്ട്. നബി കുടുംബവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അന്ധവിശ്വാസങ്ങളാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. നബി കുടുംബത്തിന്റെ മറവിൽ, ആ സ്നേഹത്തിന്റെ മറവിലാണ് എല്ലാ അന്ധവിശ്വാസവും കൊണ്ടുവന്നത്. നബി കുടുംബത്തിന് ഒരുപാട് മഹത്വമുണ്ട്. അതിനപ്പുറത്ത് ഇല്ലാത്ത മഹത്വങ്ങളെ കെട്ടിച്ചമച്ചുണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇല്ലാത്ത കഥകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ആ വിഷയത്തിൽ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടാണ് ഒരുപാട് ആളുകളെ നബി കുടുംബം എന്ന പേരിൽ, തങ്ങന്മാർ എന്ന പേരിൽ സമൂഹത്തിലേക്ക് ഇറക്കിയത്.
ഒരിക്കൽ നബി കുടുംബമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ പോലും തങ്ങളാണെന്ന് പറഞ്ഞ് അഹ്ലുബൈത്താണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ആ അഹ്ലുബൈത്തുള്ള സ്നേഹത്തെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയുമാണ് അവർ ചെയ്തത്. കൊടുത്ത കഴിവിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല എന്നും, അങ്ങനെ തേടിയാൽ ദുആ അല്ല എന്നും, അത് ഇബാദത്തല്ല എന്നും, അത് കല്ലായാലും ശരി, മരമായാലും ശരി, ഖബറായാലും ശരി, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരാണെങ്കിലും ശരി, സ്വയം കഴിവുള്ള റബ്ബാണ്, ഖാലിഖാണ് എന്ന വിശ്വാസമുണ്ടെങ്കിലേ ആ തേട്ടം ഇബാദത്താവുകയുള്ളൂ, അല്ലെങ്കിൽ ഇബാദത്താവുകയില്ല എന്ന തരതിരിഞ്ഞ വിശ്വാസം പ്രചരിപ്പിച്ചത് ശിയാക്കളാണ്. ഖബറുകൾ കെട്ടിയുയർത്തിയത്, ദർഗയുണ്ടാക്കിയത്, ജാറമുണ്ടാക്കിയത്, അവിടെ ആണ്ട് നേർച്ച സംഘടിപ്പിച്ചത്, അങ്ങനെ തുടങ്ങി ഖബറുമായി ബന്ധപ്പെട്ട മുഴുവൻ അനാചാരങ്ങളുടെയും ഉപജ്ഞാതാക്കൾ ശിയാക്കളാണെന്ന് കാണാൻ കഴിയും. പല ദിവസങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് ആ ദിവസം പുണ്യമാണ്, ഈ സമയം പുണ്യമാണ്, ആ സ്ഥലം പുണ്യമാണ്, ഈ ദിവസം നഹ്സാണ്, ദുസ്സഗുണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശകുനവും ശകുനപ്പിഴയും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ചത് ശിയാക്കളാണ്. പ്രധാനമായും 3 വിഭാഗമാണ് ഷിയാക്കൾ. 1 ഇസ്മായിലികളാണ്, 2 ഇസ്നാശികളാണ്, 3 സൈദിയാക്കളാണ്. ഈ 3 വിഭാഗത്തിൽ ഇസ്മായിലികളാണ് ഏറ്റവും വലിയ തീവ്ര സ്വഭാവമുള്ള ആളുകൾ. അവരാണ് ഫാത്തിമികൾ, ഉബൈദികൾ എന്നൊക്കെ പേരിൽ ലോകത്ത് വ്യാജമായി അറിയപ്പെടാൻ ശ്രമിച്ചത്. അവരാണ് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ മനുഷ്യന്മാർ. 20 കൊല്ലക്കാലം കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് ഇല്ലാത്തൊരു കാലമുണ്ട്. ഹിജ്റ 300കളിൽ അത് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഷിയാക്കളായിരുന്നു. അവരാണ് നബിദിനാഘോഷം തുടങ്ങി വെച്ചത്. അവരാണ് ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു ജാറമുണ്ടാക്കിയത്. ഇറാഖിൽ ഹുസൈൻ ബിൻ അലിയുടെ പേരിൽ വ്യാജമായ ജാറമുണ്ടാക്കിക്കൊണ്ട് ജാറം എന്ന സമ്പ്രദായം ഈ ഉമ്മത്തിൽ തുടക്കമിട്ടത് ഷിയാക്കളാണ്. മാലപ്പാട്ടുകൾ, മൗലീദുകൾ, അതേപോലെ വ്യത്യസ്തമായ പേരുകളുള്ള വ്യത്യസ്തമായ അപ്രമാദിത്വം കൽപ്പിക്കുന്ന പദ്യഗദ്യങ്ങൾ, അതിന് ഉപജ്ഞാതാക്കൾ ഷിയാക്കളാണ്. ജന്മദിനാഘോഷങ്ങൾ, അതേപോലെ ജന്മദിനാഘോഷങ്ങൾ അത് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ പരിചയമില്ല, അതിവിടെ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. സ്വഹാബിമാരെ തള്ളിയവർ, ഹദീസ് നിഷേധിച്ചവർ, വ്യാജ ഹദീസുകളെ വ്യാജമായി കെട്ടിയുണ്ടാക്കിയവർ, അതെല്ലാം ഷിയാക്കളാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിശ്വാസാചാരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിമുകളെ പഴപ്പിക്കാൻ രംഗത്ത് വന്ന ഒരു സംഘമാണ് ഷിയായിസം എന്ന് പറയുന്നത്. ആ ഷിയാക്കളുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ മതസംഘടനകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ ഉസ്താദുമാരിലൂടെ ത്വരീഖത്തിന്റെ പേരിൽ, തസൗഫിന്റെ പേരിൽ ഉണ്ട് എന്നാണ് അവരിൽ തന്നെ പെട്ട ആളുകൾ, 1 ഉസ്താദുമാർ പറഞ്ഞത് നമ്മളിവിടെ ശ്രദ്ധിച്ചത്. ഇനി അത് മാത്രമല്ല, അലവി സഖാഫി അടുത്ത് നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ നടക്കുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അതൊക്കെ പലപ്പോഴും ചെന്നെത്തുക ഷിയാക്കളിലേക്കാണ് എന്ന് അദ്ദേഹം തന്നെ പ്രസംഗിച്ച ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. സഹോദരങ്ങളെ, നമ്മളാരും പെട്ടുപോകരുത്. ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ്. ഈ ഇന്ന് കാണുന്ന ഒരുവിധം ത്വരീഖത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഒരുപാട് ത്വരീഖത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, എത്രയോ, ഞാൻ പേര് എണ്ണിയാൽ അതിന് തന്നെ കുറേ സമയം കളയും, നമുക്കതിന് സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിൻ്റെ ഒക്കെ മുരട് അസിൽ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയ എന്ന് പറയുന്ന, നമ്മൾ ഷിയാ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിൻ്റെയൊക്കെ അസിൽ ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കുറേ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു ത്വരീഖത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറേ ത്വരീഖത്തുകളെ മുരട് ചെന്ന് എത്തുന്നത് അവിടെയാണ്. അതാണെങ്കിലോ അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കേരളത്തിലെ ഉലമാക്കൾ അല്ലേ, അതുപോലെ പൊന്നാനി കൈക്കാർ, അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ഈ വേരുകളുള്ള ഒരു വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ് എന്ന് അന്നത്തെ നമ്മുടെ ഉലമാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്പഷ്ടമാകും. അങ്ങോട്ടാണ് നമ്മൾ ഈ ഏരിയയിലും ഇതിൻ്റെ പരിസരത്തും പറഞ്ഞ് അങ്ങോട്ട് കേക്കോട്ട് തൃശ്ശൂർ കുറ്റിപ്പുറപ്പാലം കഴിഞ്ഞിട്ടുള്ളതും, തൃശ്ശൂർ എത്തിയാൽ തൃശ്ശൂർ തരീഖത്ത്, അതിനപ്പുറം എറണാകുളം തരീഖത്ത്, അമ്പലത്ത് ആലുവ തരീഖത്ത്, അങ്ങനെ ഓരോ കേന്ദ്രത്തേക്കും ചേർത്തിട്ട് ഇഷ്ടംപോലെ തരീഖത്തുകളാണ്. അതൊക്കെ ചെന്നെത്തുന്നതിൻ്റെ അടിസ്ഥാനം ഒരു ഷിയാ ചൊയയാണ് അതിനൊക്കെ ഉള്ളത്. ഷിയായിസത്തിൻ്റെ ചേരുവകളില്ലാത്ത
ഇത്തരം വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാൻ സമയം ഇല്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സമാന്തരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പൊ ത്വരീഖത്തുകൾ മിക്കവാറും എത്തുക ഷിയായിസത്തിലേക്കാണ് എന്നാണ് ത്വരീഖത്തിന്റെ പ്രചാരകരായ ഇത്തരം മനുഷ്യന്മാർ തന്നെ ഇപ്പൊ തുറന്നു പറയുന്നത്. ഇപ്പൊ പരിശോധിക്കുക, ഏതാ വ്യാജന് ഏതാ ഒറിജിനല് എന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്ക. ഓരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ത്വരീഖത്ത് എന്ന സംവിധാനം, ആ ഒരു ആശയം തന്നെ ഷിയാക്കളുടെ മുമ്പിൽ നിന്നുണ്ടായതാണ്. അഹ്ലുസുന്നക്ക് പരിചയമില്ല. ഒറ്റ സുഹാബിന്റെ പേരിൽ ഇവിടെ ത്വരീഖത്തുണ്ടോ? അലിയുടെ പേരിലല്ലാതെ. അബൂബക്കർ സിദ്ദീഖിന്റെ പേരിൽ ത്വരീഖത്തുണ്ടോ? ഉമർ ഖത്താബിലേക്ക് എത്തുന്ന ഒരു പരമ്പരയുണ്ടോ? ഇല്ല. ഖാദിരിയ, റിഫാഇയ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ, ഐദറൂസിയ, ചിസ്തിയ, ഹസനിയ, ഹുസൈനിയ തുടങ്ങി ആയിരക്കണക്കായ ത്വരീഖത്തുകൾ. ആ ത്വരീഖത്തുകൾ മുഴുവനും ചെന്നെത്തുക അലി ഇബ്നു അബീ ത്വാലിബിലേക്കാണ്, ഹസൻ ഹുസൈനിലേക്കാണ്. അല്ലാതെ അബൂബക്കർ സിദ്ദീഖിലേക്ക്, ഉമർ ഖത്താബിലേക്ക്, ഉസ്മാൻ അഫ്ഫാനിലേക്ക്, ആയിഷ ബീവിയിലേക്ക് എത്തുന്ന ത്വരീഖത്ത് കാണുക സാധ്യമല്ല. എന്തേ അങ്ങനെ ഉണ്ടായത്? അതൊക്കെ ഷിയാക്കൾ. എന്റെ ഖാദിരിയ ത്വരീഖത്ത്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഖാദിരിയ ത്വരീഖത്ത് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത് മറ്റൊന്നുമല്ല, അത് അലിയിലേക്ക് രണ്ട് വഴിക്കെത്തുമെന്നാണ്. അന്തൽ ഹസനിയ വൽ ഹുസൈനിയ കുന്ത മഅ. ശൈഖേ, താങ്കൾ ഹസനിയുമാണ് ഹുസൈനിയുമാണ്, കുന്ത മഅൻ, ഇത് രണ്ടും ഒരേ സമയം ഒത്ത ആളാണല്ലോ എന്നാണ്. അഥവാ ഉമ്മ വഴിക്ക് ഹസൻ ഇബ്നു അലിയിലേക്ക്, വാപ്പ വഴിക്ക് ഹുസൈൻ ഇബ്നു അലിയിലേക്ക്, ഇങ്ങനെ രണ്ടും കൂടി ഒത്ത ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ രണ്ടു വഴിയിലും അലിയിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയത് ആളാണ് താങ്കൾ. അതുകൊണ്ടാണ് ഖാദിരിയ ത്വരീഖത്ത് അത്ര വലിയ പ്രചാരം കിട്ടിയത്. റിഫാഇയ ത്വരീഖത്ത് അലിയിലേക്കാണ്, നഖ്ശബന്ദിയ അലിയിലേക്കാണ്. തീജാനി വരെ, അഹ്മദ് തീജാനി എന്ന് പറയുന്ന മനുഷ്യൻ 200 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വിട്ട തീജാനിയ ത്വരീഖത്ത്, റഹ്മത്തുള്ളാഹി ഖാസിമയ്ക്ക് പോയി ബൈഅത്ത് ചെയ്ത ആ തീജാനി ത്വരീഖത്ത് വരെ ശുദ്ധ ഷിയായിസമാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. എല്ലാ ത്വരീഖത്തുകാരും, എല്ലാ ത്വരീഖത്തും, ത്വരീഖത്ത് എന്ന ആശയം തന്നെ അത് ഷിയായിസമാണ്. ഇത് അതിനിടയിൽ വ്യാജമല്ലാത്ത ത്വരീഖത്തുണ്ടോ, ഒറിജിനൽ ത്വരീഖത്തുണ്ടോ എന്ന് തപ്പാൻ പോകേണ്ട കാര്യമില്ല. ത്വരീഖത്ത് എന്ന ആശയം തന്നെ ഉണ്ടാക്കിയത് ഷിയാക്കളാണ്. അവരിൽ നിന്നാണ് അതിന്റെ തുടക്കം. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഈ ഇത്തരം തസവൂഫ് എന്ന പേരിൽ, ത്വരീഖത്ത് എന്ന പേരിലൊക്കെ ചിന്തകൾ ഉടലെടുത്തപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ തന്നെ അതിശക്തമായി എതിർത്തത് കാണാൻ കഴിയും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോൾ അവിടെ ചില ആളുകളെ കാണാനിടയായി. സൂഫികൾ എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് മനസ്സിലായത് അവരെ കൂടെ ഒരാള് 40 ദിവസം അവരെ കൂടെ താമസിച്ചാൽ പിന്നെ ഒരു കാലത്തും അവന്റെ ബുദ്ധി തിരിച്ചു കിട്ടുകയില്ല. 40 ദിവസം അവരെ കൂടെ നടന്നാൽ ഒരു കാലത്തും അവന്റെ ശരിയായ ബുദ്ധി പിന്നെ മടക്കി കിട്ടുകയില്ല. അത്രയേറെ ബുദ്ധിശൂന്യനായി അവർക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അവരൊക്കെ ഈ ശൈലിയെ ശക്തമായി വിമർശിച്ച ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇമാം അഹ്മദ് ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ രാത്രി അവരൊന്നാകെ തുള്ളുന്നു, നൃത്തം വെക്കുന്നു, ഉറക്കെ പാട്ട് പാടുന്നു, പലതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ദിക്റാണ് എന്ന പേര്, പിന്നെ നന്നായി ഭക്ഷണം കഴിക്കുന്നു. എന്താ അവരെ കുറിച്ച് പറയാനുള്ളത്? ഇമാം അഹ്മദ് ചോദിച്ചു, അമജാനീനുഹും, ഒരു ഭ്രാന്തന്മാരാണോ ചോദിച്ചു. അല്ല, ഭ്രാന്തന്മാരൊന്നുമല്ല, ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. അസ്ബിയാനുഹും, ചെറിയ മക്കളാണോ ചോദിച്ചു. അല്ല, ചെറിയ കുട്ടികൾ, മുത്ത മനുഷ്യന്മാരാണ്. എന്നാ എനിക്കൊന്നും പറയാനില്ല. ഈ രണ്ട് കൂട്ടരെ ചെയ്യുള്ള പണി, ഒന്നുകിൽ ഭ്രാന്തന്മാര് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ചെറിയ മക്കള്, അവരെ അത് ചെയ്യുകയുള്ളൂ. അല്ലാതെ എല്ലാം തികഞ്ഞ നല്ല മുത്തം മനുഷ്യന്മാര് ഒന്നാകെ ഭക്ഷണം കഴിച്ച് രാത്രി ഒന്നാകെ തുള്ളിയിട്ട് അത് ഇബാദത്താണ് പറയുകയാണെങ്കിൽ പിന്നെ അവരെ കുറിച്ച് എന്തു പറയാൻ എന്ന് ഇമാം അഹ്മദ് പറഞ്ഞത് ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇത്തിസാമിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ കാലം മുതൽ തന്നെ ഇതിനെതിരെ കൃത്യമായ ഇത്തരം ചില പ്രതിരോധങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചെയ്തു പോന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ആ ഷിയായിസമാണ് നമ്മുടെ നാട്ടിൽ ഈ കണ്ട അന്ധവിശ്വാസങ്ങൾ മുഴുവനും കൊണ്ടുവരുന്നത്. ഇന്ന് സമസ്ത പ്രചരിപ്പിക്കുന്ന ഏത് ആശയമെടുത്താലും, സമസ്ത പ്രചരിപ്പിക്കുന്ന അവർ കൊണ്ടെടുക്കുന്ന ഏത് ആചാരമെടുത്താലും ആ ആചാരങ്ങളെല്ലാം ചെന്നെത്തുക ഷിയാക്കളിലേക്ക് തന്നെയാണ്. എത്ര കാര്യമായി മുജാഹിദീൻ ഇത് പറയുന്നു. അന്നൊക്കെ എതിർത്തവർ ഇപ്പോൾ അവരൊക്കെ പല ഭാഗത്തും പറയാൻ തുടങ്ങി.
പല ഭാഗത്തു നിന്നും പറയാൻ തുടങ്ങി ഇത് ഷിയായിസമാണ്. ഇന്നിപ്പോ അത് അപ്പുറത്തുണ്ട് വയല്. ഇതേ സമയത്ത് അപ്പുറത്തെ വയലുണ്ട് എന്താ കുണ്ടോട്ടി നേർച്ചന്റെ ചരിത്രം പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുന്നത്? ഇത് ഷിയായിസം പഠിപ്പിക്കാനാണ്. ഇത് ഷിയായിസമാണ് പഠിപ്പിക്കാൻ വേണ്ടി ഇത് പ്രത്യേകം വാഴ വെച്ചു. ഇവിടേക്കാൾ വരാക്കാനും പറ്റും, അതോടൊപ്പം അപ്പുറത്തെ ക്ലാസ് ആയും ചെയ്തു എന്ന നിലയ്ക്ക് ഇന്നവിടെ വാഴ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ഈ ഷിയാക്കളുടെ വിശ്വാസാചാരങ്ങൾ നമ്മൾ അറിയാതെ നമ്മിലേക്ക് വന്നിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ. ഒറ്റ ഉദാഹരണം പറയാം. നഹ്സ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചാരം നേടിയ ഒന്നാണല്ലോ നഹ്സ് എന്നുള്ളത്. മുഹറം 1 മുതൽ 10 വരെ നഹ്സ്, എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച നഹ്സ്, ഇങ്ങനെ തുടങ്ങി നമ്മളെ ഏത് സമസ്ത എടുത്താലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കലണ്ടറുകളൊക്കെ പരിശോധിച്ചാൽ എല്ലാ പേജിലും കാണാം നഹ്സ് ദിനങ്ങൾ. ഖലീൽ ബുഖാരിന്റെ കോളേജ് മുതൽ കാന്തപുരത്തിന്റെ മർക്കസ് മുതൽ എല്ലാ സ്ഥാപനത്തിന്റെയും കലണ്ടറുകളിൽ എല്ലാ പേജിലും കാണാം നഹ്സ് ദിവസങ്ങൾ. ആ മാസത്തിൽ ഏതൊക്കെ നഹ്സ്. എന്താ നഹ്സ് എന്നാൽ? ബറക്കത്തില്ലാത്തത്, ശൂന്യമായത്, ബറക്കത്തില്ലാത്ത ദുസ്സഗുണമായ ദിവസങ്ങൾ. അന്നൊന്നിനും പറ്റൂല. ഒരു മനോരമ വായിച്ചാൽ ആഴ്ച ഒരു ദിവസം ഉണ്ടാവും വാരഫലം എന്നൊരു ഹാഫ് പേജ്. ആ ആഴ്ചയില് ഏതൊക്കെ ദിവസം എന്തിനൊക്കെ പറ്റും എന്തിനൊക്കെ പറ്റൂല എന്ന് പഠിപ്പിക്കുന്നതാണ് ആ പേജ്. ഒരിക്കലും സ്വാതന്ത്ര്യമുണ്ട്, പഠിപ്പിച്ചോട്ടെ. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ അതേപോലെ തന്നെ ഓരോ ദിവസങ്ങളുടെ ഗുണദോഷങ്ങളെ പരിചയപ്പെടുത്തി ഇന്ന ദിവസങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പഠിപ്പിക്കുന്ന സമ്പ്രദായം ജൂതന്മാർക്ക് പണ്ടേ പരിചയമുണ്ട്. യഹൂദികളാണ് പഴയ കാലത്ത് നഹ്സ് നോക്കിയ ആളുകൾ. പിന്നീട് ഷിയാക്കളാണ് നഹ്സ് നോക്കിയത്. നബി തങ്ങൾ നഹ്സ് പറഞ്ഞിട്ടില്ല, സഹാബിമാർ നഹ്സ് നോക്കിയിട്ടില്ല, താബിഈങ്ങൾ നഹ്സ് നോക്കിയിട്ടില്ല. എന്നാൽ പഴയ കാലത്ത് ജൂതന്മാർ നഹ്സ് നോക്കാറുണ്ട്, ഷിയാക്കൾ നഹ്സ് നോക്കാറുണ്ട്. ആ ഷിയാ വിശ്വാസമാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. എന്നു മാത്രമല്ല, മുഹറം 1 മുതൽ 10 വരെ ഷിയാക്കൾക്ക് നഹ്സാണ്. കാരണം എന്താ? ഹുസൈൻ ഇബ്നു അലി കർബലയിൽ കൊല്ലപ്പെട്ടതിന്റെ സ്മരണയാർത്ഥം അദ്ദേഹത്തിന്റെ രക്തം ഭൂമിയിലേക്ക് കുത്തിക വഴി ഭൂമി അശുദ്ധമായി പോയ ദിവസമാണ്. അതുകൊണ്ട് 1 മുതൽ 10 വരെ ദുസ്സഗുണം. അത് വിവാഹം കഴിക്കാൻ പറ്റൂല, അന്ന് പുതിയ വീട് താമസാക്കാൻ പറ്റൂല, പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റൂല. ഇതാണ് നാട്ടിലെ ധാരണ. ഇത് എവിടുന്നാ വന്നത്? നിങ്ങൾ നാട്ടിലെ അവസ്ഥ പറഞ്ഞോട്ടെ, ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. അതേ സമയത്ത് ഈ ചതിയന്മാരുടെ ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന കള്ളനെ, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ, അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പട്ടാളവുമായ അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് 12 ഗ്രൂപ്പ് ഷിയായിസം ഉണ്ടാക്കി. 12 ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് 10,000 ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നഹ്സാണെന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം ഞാൻ പറഞ്ഞ ഇപ്പം അതിൻ്റെ സമയം അതാണ്. ഇത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ ഇത് നടക്കുന്ന സുന്നികളുടെയിലുണ്ട് ആ ധാരണ. ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യാവ് ഷാഹ്, മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തൽക്കാലം ഷാഹായിരുന്നു. ഇത് തരീഖത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം മലബാറിൻ്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാർ ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മരീസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തങ്ങന്മാരാണ്, ഷെയ്ഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഖ്ദൂമി തങ്ങന്മാർ, മഖ്ദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ വാദം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചരിത്രപ്പറ്റി ചെറുപ്പക്കാർ കുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നഹ്സാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിൻ്റെ പേരിൽ 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി വന്നു ജൂതന്മാർ. ഈ നട്ടം കറങ്ങിയതിൻ്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നഹ്സായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പ് കെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി
താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. 10-ൻ്റെ അന്ന് വലിയൊരു ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയുള്ളൊന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹിബ്നു സബയിലൂടെ ഉള്ളിൽ കയറ്റിയതാണ്. കണ്ടോ എവിടെയാണ് പ്രസംഗിക്കുന്നത്? ഖലീൽ ബുഖാരി കോളേജിൽ നിന്നാണ്. ഖലീൽ ബുഖാരി സ്ഥാപനം മഅദിനാണ് പ്രസംഗിക്കുന്നത്. എന്താ പ്രോഗ്രാം? മുൽത്തഖൽ അഷ്റാഫ്. എന്താ മുൽത്തഖൽ അഷ്റാഫ്? ആണ് തങ്ങന്മാരുടെ സംഗമം. തങ്ങന്മാരുടെ സംഗമം മുൽത്തഖൽ അഷ്റാഫ്. അവിടെയാ മൂപ്പർ ആസ്വദിക്കുന്നത്. ഇത് ഷിയാക്കൾ നിന്നാണ്. അവിടെ നിന്ന് കലണ്ടറിലോ ഏനാഴ്ച കാണാൻ പറ്റും. ആ മഅദിൻ നടക്കിയ കലണ്ടറിൽ എല്ലാ പേജിലും നഹ്സാണ്. റമദാൻ 17 നഹ്സാണ്, ദുൽഹിജ്ജ 10 നഹ്സാണ്, അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നഹ്സാണ്. അവിടുന്നാണ് മൂപ്പർ പ്രസംഗിച്ചത്. ഇത് ഷിയാക്കളുടേതാണ്. ആരാ അവിടെ ഈ കേരളത്തിൽ ഈ നഹ്സ് വിശ്വാസം പ്രചരിപ്പിച്ചത്? മുജാഹിദീങ്ങളാണോ? ഇപ്പോഴും കല്യാണ ദിവസം വെക്കാൻ ഓഡിറ്റോറിയം മുഴുവൻ മാത്രം നോക്കിയാൽ പോരാ. തങ്ങളെ പോയി കണ്ട്, ഉസ്താദിനെ പോയി കണ്ട്, ഉസ്താദിന് ചോദിക്കണം അന്ന് പറ്റോ വല്ല കുഴപ്പമുണ്ടെങ്കിലോ എന്നാണ്. എന്റെ നാട്ടിൽ ചങ്ങാതി ദിവസം വെക്കാൻ പോയപ്പോ മോൻ വഹാബിയാണ്, വാപ്പാണ് പറഞ്ഞു. വാപ്പ അതിനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മളാണ് തീരുമാനിക്കാം. അല്ല മോനെ പറ്റൂല, ഉസ്താദിനോട് ചോദിക്കണം, അല്ലാതെ ശരിയാവൂല. അപ്പൊ മോൻ പറയിക്കോളെ ഞാനും പോലെ കൂടെ ആയിക്കോട്ടെ. രണ്ടാം കൂടി വാപ്പ വിചാരിച്ചു ഓനെങ്ങാനും ഒന്ന് ശരിയായി കിട്ടിയാലോ. അങ്ങനെ ഓനെയും കൊണ്ടുപോയി. ഇവര് ഏതാണ്ട് ഡേറ്റ് ഒക്കെ ഇവർക്ക് ധാരണ ഉണ്ട്, ഹാള് നോക്കിയിട്ടുണ്ട്, രണ്ടൂട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ ഒരു അംഗീകാരം കിട്ടിയാൽ മതി. അപ്പൊ ഉസ്താദ് നോക്കിയിട്ട് പറയാ അന്ന് എന്തായാലും പറ്റൂല ആചാര്യ, അന്ന് ഭയങ്കര പ്രശ്നമാണ്, എന്ത് വേണ്ടോ സമ്മതിക്കരുത്. അപ്പൊ ഈ മോൻ ചോദിച്ചു അല്ല ഉസ്താദ് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല അന്ന് നല്ല കാര്യത്തിനൊന്നും പറ്റൂല, നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റൂല. അവിടെ അന്ന് തലേന്നും പറ്റും, പിറ്റേന്നും പറ്റും, അന്ന് പറ്റൂല. വാപ്പൻ ആയിക്കോട്ടെ മഞ്ഞപ്പോൾ തർക്കിക്കാൻ നിൽക്കണ്ട, ഉസ്താദ് പറഞ്ഞാലേ നമ്മൾ തൽക്കാലം മാറ്റാം, ആയിക്കോട്ടെ മാറ്റാം. പോരുമ്പോ ഈ വഹാബിയായ മുഹമ്മദ് ഉസ്താദെ ഞാൻ അന്ന് നിസ്കരിക്കൂല കേട്ടോ. അതെന്താ ചോദിച്ചാൽ നല്ല കാര്യത്തിന് പറ്റൂല തന്നെ, ഏറ്റവും നല്ല കാര്യം നിസ്കാരല്ലേ, അപ്പൊ അന്ന് നിസ്കരിക്കൂല. അതൊന്നും നിസ്കരിക്കണം തന്നെ. നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. നോമ്പ് വയ്ക്കാൻ പറ്റുമോ? നോമ്പ് വയ്ക്കാനും പറ്റുന്ന. സ്വതക്ക ചെയ്യാൻ പറ്റുമോ? അതിനും പറ്റും. ഖുർആൻ ഓതാൻ പറ്റുമോ? അതിനും പറ്റും. ഏതിനാ പറ്റാത്തത്? കല്യാണത്തിന് മാത്രം. അപ്പൊ ആ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വെക്കുക. ആപ്പാക്ക് മനസ്സിലായി ഇത് വലിയ കാര്യമൊന്നുമില്ല, എന്നാ നടത്തുക, അതിന് വെച്ച് കാണാതാണ്. ഈ വിശ്വാസം ആരാ പ്രചരിപ്പിച്ചത്? ഇവിടെ മുജാഹിദീങ്ങളാണോ? അല്ലല്ലോ. രണ്ടു വിഭാഗം സമസ്തക്കാർക്കുമല്ലേ, ആ ഉസ്താദുമാർക്കല്ലേ നഹ്സ് വിശ്വാസം പ്രചരിച്ചതിന്റെ എല്ലാ ഉത്തരവാദിത്വമുള്ളത്. MP മുസ്തഫ അൽ ഫൈസി സമസ്തയുടെ മുഷാവറ മെമ്പറല്ലേ മുസ്തഫ അൽ ഫൈസി. ഇപ്പൊ പുറത്താണോ അകത്താണോ എന്ന് സമസ്തക്കാനും അറിയില്ല. ആ മുസ്തഫ അൽ ഫൈസി പച്ചക്ക് പ്രസംഗിച്ചു നഹ്സുമായി ബന്ധപ്പെട്ട്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ആ ദൈലു തദ്കിറയിൽ പറയുന്നു, എല്ലാ മാസത്തിലെയും സഫർ മാസം, എല്ലാ വർഷത്തിലും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച വമ്പിച്ച അപകടമാണ്. 3,20,000 രോഗങ്ങൾ ഭൂമിയിലേക്ക് അവതരിക്കുന്ന ദിവസമാണ്. എല്ലാ സഫർ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച. നമ്മളൊരു അവസാനത്തെ ബുധനാഴ്ച എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ അവസാനത്തെ ബുധനാഴ്ച എല്ലാ മാസത്തിലും ഉണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ചൊരു പ്രത്യേകമായിട്ടാണ് അദ്ദേഹം ഈ വിവരം പറയുന്നത്. അപ്പൊ ഇതെല്ലാം അവസാനത്തെ ബുധനാഴ്ചയും സഫർ മാസത്തെ ബുധനാഴ്ചയും ഇതെല്ലാം നാം വിലയിരുത്തേണ്ട കാര്യമാണ്. കൈഫ വഖദ് ഖീൽ എന്ന ചോദ്യം എവിടെയും പ്രസക്തമാണ്. കൈഫ വഖദ് ഖീൽ, ഈ ചോദ്യം എവിടെയും പ്രസക്തമാണ്. അപ്പൊ നഹ്സില്ല എന്ന് നാം പറയാൻ പാടില്ല. അപ്പൊ കണ്ടോ, നഹ്സില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അങ്ങനെ ചില കിതാബിലൊക്കെ ഉണ്ടാവും. ആ കിതാബ് അതിനുള്ളത് തന്നെയാണ്. അത് അതിനുള്ള കിതാബ് എല്ലാ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഉസ്താദുമാർ എല്ലാ കാലത്തും ഉണ്ടാകും. അവരെഴുതിയ കിതാബ് അല്ലാതെ ഇസ്ലാമിന് വലിയ സ്വീകാര്യമുള്ള കിതാബൊന്നും അല്ലാതെ. അപ്പൊ എല്ലാ സഫറിലും അവസാനത്തെ ബുധനാഴ്ച എന്താ പ്രശ്നം? 3,20,000 രോഗങ്ങൾ ഭൂമിക്ക് ഇറങ്ങുന്നതാണ്. അപ്പൊ അന്ന് പിന്നെ ഒരു പരിപാടി ഇല്ല. കല്യാണം വേണ്ട, കല്യാട്ടം വേണ്ട, അന്ന് കുടിക്കല് വേണ്ട, അന്ന് വാതിലടച്ച് അകത്തിരിക്കുക. കാരണം എന്താ? ഒന്നാകെ സിറിറങ്ങുക. എണ്ണി പറയേണ്ടത് ഇത് വെറും വയലല്ല. സമസ്തയുടെ എല്ലാ ഉസ്താദുമാരെയും വിളിച്ചു കൂട്ടിയിട്ട് നടത്തിയ ഉലമാ സമ്മേളനത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. എവിടെ ഒരു അങ്ങാടിയിൽ പോയിട്ട് പ്രസംഗിച്ചതല്ല. കോട്ടക്കലിൽ വെച്ച് സമസ്ത ഔദ്യോഗികമായി 100 കണക്കായ ഉസ്താദുമാരെ വിളിച്ചുകൂട്ടി അവർക്ക് ദഅ്വാ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒരു ഫുൾ ഡേ അവർ ഒരു പ്രോഗ്രാം വെച്ചു. അതിനാണ് മുസ്തഫ ഫൈസി പ്രസംഗം നടത്തിയത്.
അതിനാണ് പറഞ്ഞത് നഹ്സ് നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അവിടെ കൂടി ഒരൊറ്റ ഉസ്താദ് പറഞ്ഞു ഫൈസി ഇത് ശരിയല്ലല്ലോ, ഇത് ഷിയാക്കളുടെ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു ഇല്ല. ഖതീബുമാരും മുദരിസുമാരും ഖാദിമാരും ഒക്കെയായ ഉസ്താദുമാരെ മുഴുവൻ മുമ്പിൽ വെച്ചിട്ട് നഹ്സ് വിഷയം പഠിപ്പിക്കുന്നു. അപ്പുറത്ത് ഇപ്പതാ പറയുന്നു ഈ നഹ്സ് ഷിയാക്കുന്നുണ്ടായതാണ്. അയാൾ ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച ബാബർ സാബ് തുറക്കാതെക്കാൻ കാരണം ചൊവ്വാഴ്ച രക്തം പൊട്ടിയാൽ നിൽക്കുകയില്ലാതെ ആ കിതാബിലുണ്ട്. ചൊവ്വാഴ്ച രക്തം പൊട്ടിയാൽ നിൽക്കൂല. അപ്പൊ ചൊവ്വാഴ്ച ഭയങ്കര നഹ്സുള്ള ദിവസമാണ്. അതുകൊണ്ട് ബാബർ ഷാപ്പ് ചൊവ്വാഴ്ച അവധിയിൽ മുന്നിൽ പ്രസംഗിക്കുന്നുണ്ട്. എന്നാ ചൊവ്വാഴ്ച ആക്സിഡന്റ് ആയാലോ എന്താട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റൂല, ഇന്ന് നഹ്സാന്നറിയോ. ഈ വക മുഴുവൻ അന്ധവിശ്വാസവും ഇവിടെ പ്രചരിപ്പിച്ചത് രണ്ടു കൂട്ടം സമസ്തക്കാർ തന്നെയാണ്. അവർക്കത് കിട്ടിയത് ത്വരീഖത്തിലൂടെ തസവൂഫിലൂടെ ഷിയാക്കൾ നൽകിയതാണ്. ഷിയാക്കൾ ഈ ഉമ്മത്തിലേക്ക്, കേരളത്തിലെ മുസ്ലിമീങ്ങളിലേക്ക് ഇത് പ്രചരിപ്പിക്കാനുള്ള ഒരു പാലമായി ഉപയോഗിച്ചതാണ് ത്വരീഖത്ത് എന്ന ആശയത്തെ. സമസ്ത സംഘടന ആ ത്വരീഖത്തിനെ ഏറ്റെടുത്തു, തസവൂഫിനെ ഏറ്റെടുത്തു. അങ്ങനെ ത്വരീഖത്ത് എന്ന പാലത്തിലൂടെ ഷിയാക്കൾ ഇവിടെ സമസ്തയിലേക്ക് കടന്നുകൂടുകയും ആ സമസ്തയുടെ പേരിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ രക്ഷപ്പെടാമെന്നേ സൂചിപ്പിക്കാനുള്ളൂ. അങ്ങനെ വന്ന ഒന്ന് തന്നെയാണ് നമ്മളെ കൊണ്ടോട്ട് നേർച്ചയും. സൂചിപ്പിച്ചുവല്ലോ, 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബോംബെയിൽ നിന്നാണ്, കല്യാണിൽ നിന്നാണ് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കുണ്ടോട്ടേക്ക് വന്നത്. നേരത്തെ നമ്മൾ കേട്ടല്ലോ തങ്ങളല്ല ഒന്നുമല്ല. അത് മാറി മാറി ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 2 വിഭാഗം സമസ്തയും അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ഷിയ തന്നെയാണ്, അദ്ദേഹം വ്യാജ ത്വരീഖത്താണ് എന്ന് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ഇനി അത് കേൾപ്പിക്കേണ്ട കാര്യമില്ല. ആ കുണ്ടോട്ടി തങ്ങളെ പറ്റി അന്ന് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്കരാബില്ല. മുഹമ്മദ് ഷാ വലിയുള്ള, മുഹമ്മദ് ഷാ തങ്ങള് അള്ളാന്റെ വലിയാണ്, മൂപ്പര മുരീദായ പിന്നെ അരാബില്ല എന്നാണ് അന്ന് ഇവിടെ പ്രചരിപ്പിച്ചത്. അന്ന് അതിനെതിരായി നമ്മുടെ തങ്ങളടക്കമുള്ള പൊന്നാനി മഖ്ദൂം അടക്കമുള്ള ആളുകൾ അതിനെതിരെ രംഗത്തിറങ്ങി. അന്ന് എതിർത്ത ആളുകൾ പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്കരാബില്ല. മറ്റൊരു പറഞ്ഞു മുഹമ്മദ് ഷാ വലിയുള്ള. ഇവര് പറഞ്ഞു അല്ല, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അരാബെല്ലാം എന്ന് തിരിച്ചും പറഞ്ഞുകൊണ്ടാണ് അന്ന് മുഹമ്മദ് ഷാക്കെതിരെ ഇവിടെ ആ നിലക്കുള്ള ഉത്ബോധനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ അവിടെ കേന്ദ്രമുണ്ടാവുകയും ആ ത്വരീഖത്ത് സ്ഥാപിതമാവുകയും അത് ആളുകൾ വരികയും ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ ഇന്നും അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുണ്ടോട്ടി നേർച്ച മാത്രമൊന്നുമല്ല, ദീന് മൊത്തം തകർക്കുക, അതാണ് ഇവ ലക്ഷ്യമാക്കുന്നത്. അതല്ലാതെ ഒരു നേർച്ച നടത്താനുള്ള ഒരു ആഘോഷമല്ലേ, ആളുകൾക്കൊരു ആവേശമല്ലേ എന്ന് മാത്രമൊന്നുമല്ല. ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടെ ബദൽ സംവിധാനം സ്ഥാപിച്ചുകൊണ്ട് ഷിയായിസമാക്കി മാറ്റുക എന്ന ഹിഡൻ അജണ്ടയുടെ മറവിലാണ് 14 കൊല്ലമായി നിന്നുപോയ നേർച്ചയെ പുനഃസ്ഥാപിക്കാൻ ഷിയാക്കൾ ഔദ്യോഗികമായി രംഗത്തിറങ്ങി. ഇവിടുത്തെ ഷിയ ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ഷിയാക്കളുടെ കൂടെ ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ഷിയാക്കളെ ബാനർ പിടിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ നേർച്ചയാണല്ലോ ഇപ്രാവശ്യം നടന്നത്. ആ നിലയ്ക്ക് ധൈര്യമുള്ളിടത്തേക്ക് അവർ വളർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയും ഇതും എന്തു ബന്ധമുള്ളത്? കുണ്ടോട്ടി നേർച്ച അത് പേട്ടുന്നല്ലാതെ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയും ഈ കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങൾ തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? എന്താ നേർച്ച? അതാണ് നേർച്ച. നിർബന്ധമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക, അയ്യാ നേർച്ച എന്നറിയാം. അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടില്ല എന്ന് ഐച്ഛികമായി പഠിപ്പിച്ചു. അത്തരം ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക, അതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരാളിപ്പോ ഇന്ന് രാത്രി തഹജ്ജുദ് കഴിക്കാൻ നേർച്ചയാക്കി, അത് നേർച്ചയാണ്. തഹജ്ജുദ് കഴിക്കൽ നിർബന്ധമല്ല, ഒരാൾ നേർച്ചയാക്കുന്നു, അയാൾക്ക് നിർബന്ധമായി മാറി. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അത് നിർബന്ധമല്ല, സുന്നത്താണ്. നേർച്ചയാക്കിയാലോ നിർബന്ധമായി മാറി. അതാണ് ഇൽത്തിസാമു ത്വാഅത്തിൻ ലം യതഅയ്യൻ, മുഅയ്യനായിട്ടില്ലാത്ത, നിർബന്ധമായി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുന്നു, അതിനാ നേർച്ച എന്ന് പറയും.
ആ നിർവചനവും നമ്മളെ കൊണ്ടോട്ടി കാട്ടിക്കൂട്ടിയ ഈ ഒരു ഏർപ്പാടും തമ്മിൽ വല്ല ബന്ധമുണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കാം, സുന്നത്ത് നോമ്പെടുക്കാൻ നേർച്ചയാക്കാം, ഖുർആൻ ഓതാൻ നേർച്ചയാക്കാം, ദീനിന്റെ സംരംഭങ്ങളെ സഹായിക്കാൻ നേർച്ചയാക്കാം, സാധുവിനെ സഹായിക്കാൻ നേർച്ചയാക്കാം, സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കാം, പള്ളി ഉണ്ടാക്കാൻ നേർച്ചയാക്കാം. ഇങ്ങനെ നിർബന്ധമില്ലാത്ത പുണ്യകർമ്മങ്ങളെ സ്വയം നിർബന്ധമാക്കുക, അതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നേർച്ച എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് പാട്ടും കൂത്തും ഡാൻസും ഗാനമേളയും സിനിമ വരെയുള്ള അതും നേർച്ചയും തമ്മിൽ എന്തു ബന്ധമുണ്ട്? അതിനെയാണ് നേർച്ച എന്ന ഓമന പേരിൽ കൊണ്ടുവരികയും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും അത് വിജയിക്കുകയും മുസ്ലിമീങ്ങൾ ഒന്നാകെ അതിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തുവെങ്കിൽ സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്ക് ഉമ്മത്തെത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ നേർചിത്രമാണ്. 14 കൊല്ലം മുമ്പ് നേർച്ച നിർത്തിവെച്ചത് ഇത് ഇസ്ലാമിനെതിരായതുകൊണ്ടൊന്നല്ല, ഇസ്ലാമിനെതിരായിട്ട് നിർത്തിയതല്ല. ആ അന്നത്തെ തങ്ങൾ മരിച്ചപ്പോ ഇനി ആരാണ് പിൻഗാമി തർക്കണ്ടായപ്പോ സാധാരണ രീതി ഒന്നുകിൽ ആ കുടുംബത്തിലെ മുതിർന്ന ആരാണോ അയാളെ പിടിച്ചേൽപ്പിക്കാന്നാണ്. അപ്പൊ അങ്ങനെ കുടുംബത്തിലുള്ള ഒരാൾ നോക്കുമ്പോ അയാളെ പലർക്കും പറ്റിയ ആളല്ല, അയാൾ ആകാൻ റെഡിയാണ്, പക്ഷെ മൂപ്പര് ആക്കാൻ റെഡിയല്ല. മൂപ്പര് പറഞ്ഞു ഐക്കോളൊക്കെ വിനയം കാണിച്ചു, ഞാൻ ഐക്കോളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞെങ്കിലും മൂപ്പരെ ഏൽപ്പിക്കാൻ പലർക്കും വിയോജിപ്പുണ്ടായി. അപ്പൊ രണ്ടാമത് രീതിയുണ്ട്, കുടുംബത്തിൽ അങ്ങനെ മുതിർന്ന ആൾ ഇല്ലെങ്കിൽ ഈ ഉള്ള തങ്ങളുടെ ശിഷ്യഗണങ്ങൾ തീരുമാനിക്കുന്ന ഒരാളെ ഏൽപ്പിക്കാതെ അപ്പൊ ഓല് കൂടിയിട്ട് വേറെ ആളെ കണ്ടെത്തി ഇയാളാക്കാം. അപ്പൊ മറ്റവർക്ക് സ്വീകാര്യമില്ല, അയാളെ പറ്റില്ല. അപ്പോഴേക്ക് മൂന്നാമത് ടീം ഇറങ്ങി ഞങ്ങൾ രണ്ടൂട്ടരും വേണ്ട, ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ മൂന്നാമത് ആൾ തങ്ങളായിട്ട് വന്നു, അപ്പൊ അയാളെയും പറ്റി. അങ്ങനെ ആരാ തങ്ങളെ തീരുമാനിക്കാത്തതുകൊണ്ടാണ് കുണ്ടോട്ട് നേർച്ച തൽക്കാൻ നിർത്തിയത്. കാരണം ഈ തങ്ങളാണ് പോയി സ്വീകരിക്കൽ, പെട്ടി വരവുകളെ സ്വീകരിക്കൽ തങ്ങളാണ്, നേർച്ചയെല്ലാം പ്രഖ്യാപിക്കേണ്ടത് തങ്ങളാണ്, കാർമ്മികത്വം വഹിക്കേണ്ടത് തങ്ങളാണ്. അപ്പൊ തങ്ങളാണ് തീരുമാനിച്ചിട്ടില്ല, ഒരു തൽക്കാലം നേർച്ച നിന്നു. അങ്ങനെയാണ് 14 കൊല്ലം കൊണ്ടോട്ട് നേർച്ച നിർത്തിവെച്ചത്, അല്ല ദീനെതിരായതോ നിർത്തിയൊന്നല്ല. ഇപ്പൊ ഷിയാക്കൾ തീരുമാനിച്ചു തങ്ങൾ ആരായാലും വേണ്ടില്ല, ഇത് നടന്നേ പറ്റൂ. അങ്ങനെയാണ് ഒരാളെ പിടിച്ച് തങ്ങളാക്കിയിട്ട് തൽക്കാലം ചാർജ് കൊടുത്ത് ആ മറവിൽ രാഷ്ട്രീയക്കാരനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നേർച്ച പുനഃസ്ഥാപിച്ചത്. എന്തിന്? മുസ്ലിമീങ്ങൾ തിരിച്ചു പോകാൻ പാടില്ല, ഇത് മറക്കാൻ പാടില്ല, ഈ ഷിയായിസത്തിൽ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, അവർ ഈ അന്ധവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന ആ ബോധ്യത്തിലാണ് അവരത് കൊണ്ടുവന്നത്. എല്ലാവരും ചർച്ചയായി, പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ, ചാനലുകളിൽ എല്ലാം ചർച്ചയായി. ഇതിന്റെ പഴയ ചരിത്രവും ഈ തങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന നേർച്ചയും എല്ലാം ചർച്ചയായി. അങ്ങനെ ഒരു ചാനൽ വന്ന ചർച്ച ഉണ്ട്, അതിന് പ്രസക്തമായ 3-4 ഭാഗം കേൾക്കാം. അപ്പൊ മനസ്സിലാകും ഇസ്ലാമിന്റെ നേർച്ചയും ഇതും യാതൊരു ബന്ധമില്ല. പറയട്ടവർ എല്ലാ ജാതിക്കാർക്കും സ്വീകാര്യമായ ചില ആചാരങ്ങൾ അവിടെ ചന്ദനക്കുടമുണ്ട്. വെച്ചാൽ ചന്ദനം അരച്ചിട്ട് ഭസ്മം കൊടുക്കുന്ന ഏർപ്പാട്, കേരളീയ പ്രസാദം കൊടുക്കുന്ന ഏർപ്പാട്, അത് കേരളീയ സംസ്കാരത്തിന്റെ ഒരു രീതിയാണ്. ഇത് ഇദ്ദേഹം ചെന്ന എല്ലാ പ്രദേശങ്ങളിലും ഇദ്ദേഹം സ്വീകരിച്ചു വന്ന ഒരു രീതിയാണ്. അത് അവിടെ തുടർന്നു വന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിൽ നോർത്ത് ഇന്ത്യയിലും ഇത് അദ്ദേഹം ശീലിച്ചിട്ടുണ്ടാവും. മാത്രമല്ല അത്തരം ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ ഷഹനായി വായിക്കാനും അവിടെ കച്ചേരി നടത്താനും ഗസൽ പാടാനും ഒക്കെ അതൊക്കെ ശീലിച്ചവരാണല്ലോ അവർ. ഈ സൂഫികളുടെ ഒരു പാരമ്പര്യം അതാണ്. അപ്പൊ കണ്ടോ, ചന്ദനം അരച്ച് ഭസ്മം ഉണ്ടാക്കി കൊടുക്കുക. ക്ഷേത്രങ്ങളിൽ കാണുന്ന ഹൈന്ദവ സംസ്കാരം, ആ സംസ്കാരം വരെ ഇവിടെ ഉണ്ട് എന്നാണ്. എന്തിന്? നേർച്ചക്ക്. എന്താ നേർച്ച? നിർബന്ധമില്ലാത്ത പുണ്യകർമ്മം സ്വയം നിർബന്ധാക്കുക. അതേതാ? ഭസ്മം തേച്ചു കൊടുക്കുക. ഇപ്പൊ സുന്നത്തായ പുണ്യകർമ്മ കഴിഞ്ഞില്ല, അദ്ദേഹം തന്നെ വീണ്ടും പറയട്ടെ ബാക്കി. പിന്നെ നേർച്ചയുടെ തലേ ദിവസം, നാളെ നേർച്ച തുടങ്ങുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം സന്ധ്യക്ക് ഈ വെടി പൊട്ടും. അപ്പോൾ നേർച്ചയുടെ ആരംഭമായി. പിന്നെ നേർച്ച എന്ന് പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന് അനുയായികളുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും 15, 20, 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ കാൽനടയായി കലാപരിപാടികളുമായി വാദ്യഘോഷങ്ങളുമായിട്ട് ഘോഷയാത്രയായിട്ട് വരും കൊണ്ടോട്ടി. അപ്പോൾ കാഴ്ച ഒക്കെ ഉണ്ടാവും. തങ്ങൾ നേർച്ചയ്ക്ക് സമർപ്പിക്കാനുള്ള കാഴ്ച ആയിട്ടുള്ള പല പലഹാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് കൊണ്ടുവന്ന് ഏൽപ്പിച്ച് എല്ലാ കലാപരിപാടികളും, ഈ വരുന്ന സംഗതികളുടെ കൂട്ടത്തിൽ കൊട്ടുവാദ്യങ്ങൾ, കുഴൽവിളികൾ, എല്ലാതരം വാദ്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല ഓരോ കൊല്ലവും പരിശീലനം നേടിയ പുതിയ പുതിയ ഇനങ്ങൾ അവിടെ വന്ന് അരങ്ങേറും. എവിടെ? തങ്ങൾ പാപ്പ. ഈ നേർച്ച വരുന്ന ഈദ്, അത് ജാതി മതവും ഇല്ല കേട്ടോ, പലയിടത്തുനിന്നും ജാതികൾ തിരിഞ്ഞു വരും.
ദളിതന്മാരുടേത് വരും, കണക്കന്മാരുടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പല ജാതികളുടെയും നേർച്ച വരും. ഒരു നാട്ടിൽ നിന്ന് തന്നെ എല്ലാ ജാതിക്കാരുടെയും ഒരുമിച്ചുള്ള നേർച്ച വരും. ഒരു ദേശത്ത് നിന്ന് വരുന്ന കണക്കിലാണ് എഴുതുക. ഇപ്പോൾ പുല്ലാരിൽ നിന്ന് വരുന്നു, വള്ളോമ്പുറത്ത് വരുന്നു, മലപ്പുറത്ത് നിന്ന് വരുന്നു, പെരിന്തൽമണ്ണ നിന്ന് വരുന്നു, അങ്ങനെ വരിക. അപ്പോൾ വരുന്നവരെ സ്വീകരിക്കാൻ തങ്ങളുപ്പാപ്പ തന്നെ, ആദ്യകാലത്തൊക്കെ തങ്ങളുപ്പാപ്പ തന്നെ കുതിരയാണ് അദ്ദേഹത്തിൻ്റെ വാഹനം. കുതിരപ്പുറത്ത് എഴുന്നള്ളി ചെന്നിട്ട് നഗരത്തിൻ്റെ കവാടത്തിൽ ഇവരെ സ്വീകരിക്കും. അപ്പൊ ഇതാണ് നേർച്ച. കണ്ടങ്ങള് ജാതി മത ഭേദമന്യേ എല്ലാവരും വരെ എല്ലാ തരം ആചാരവും എല്ലാ തരം ഉത്സവവും എല്ലാം സ്വീകരിക്കുക. അതാണ് ഷിയാക്കള്. ഇസ്ലാം മാത്രം ചെയ്യുന്നതൊന്നും വേണ്ടതാണ്, എല്ലാം വരട്ടെ. ഏത് മതക്കാർക്കും സ്വീകരിക്കാനും ജീവിക്കാനും ആചരിക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ ഇത് പറ്റുമോ? പറ്റും. അവിടെയാണ് വിഷയം. ഇസ്ലാമിന്റെ പേരിൽ പറ്റില്ല. നേർച്ചാന്ന് പേരിട്ടുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് തങ്ങപ്പാപ്പാന്റെ പേര് പറഞ്ഞിട്ടൊക്കെ നബിതങ്ങളുടെ പേരിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഇത് പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞില്ല, കുറച്ചുകൂടി കേൾക്കാം നമുക്ക് അവിടെ ബാക്കി. ഇപ്പോൾ അക്കൊല്ലം കോൽക്കളി പഠിച്ചവർക്ക്, അക്കൊല്ലം പുതിയ ബാൻഡ് വാദ്യം പഠിച്ചവർക്ക്, അക്കൊല്ലം കളരിപ്പയറ്റ് പഠിച്ചവർ, അക്കൊല്ലം ഈ അറവനമുട്ട് പഠിച്ചവർ, അങ്ങനെ അതുപോലെ പലതരം നാട്ടുകളികളുണ്ട്. ഈ സാറിന് അറിയാം, അപ്പം നമുക്ക് മലബാറിൽ മാത്രമുള്ള കളികളും പല സ്ഥലത്തിലും ഈ പകിടകളി, പലതരം കളികളുണ്ട്. ഇതൊക്കെ അവിടെ അരങ്ങേറും. നേരം പുലരുവോളം, ഈ 5 ദിവസം നേരം പുലരുവോളം കലാപരിപാടികൾ കാണാൻ പറ്റും. അവിടെ എല്ലാം ഉണ്ട്. ബാൻഡ് വാദ്യങ്ങളും മറവനമുട്ടും മുതൽ പകിടകളി അടക്കം എല്ലാം ആ 5 ദിവസം രാത്രി ഒന്നാകെ എന്താ സംഗതി? നേർച്ച. അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏർപ്പാട്, റബ്ബിലേക്ക് കുർബത്ത് കിട്ടാനുള്ള ഏർപ്പാടായിട്ടാണ് നേർച്ച ഇസ്ലാം പരിചയപ്പെടുത്തത്. ആ പേരിലാണ് ഇത് അരങ്ങേറുന്നത്. കഴിഞ്ഞില്ല, സിനിമ വരെ അവിടെ നടക്കുന്ന പറയട്ടെ ബാക്കി. പോലെ മരണക്കിണർ കണ്ടില്ലേ? മരണക്കിണർ കണ്ടില്ലേ? പാടത്ത് കെട്ടിയുണ്ടാക്കിയ, ഞങ്ങളുടെ നാട്ടിലെ വൈക്കത്തഷ്ടമിക്ക് ഇതൊക്കെ വരും. ഇത് നേരെ എല്ലാം ഉണ്ടാവും. വാനമയിലോട്ടൊക്കെ എല്ലാ സാധനങ്ങളും. അങ്ങനെ നേരം പുലരാതെ, നേരം പുലരുന്നതും അറിയാതെ. പിന്നെ സിനിമ പിന്നെ പിൽക്കാലത്ത് സിനിമാ തിയേറ്റർ വന്നു തുടങ്ങിയപ്പോൾ 25 ഷോക്ക് ഒരു ദിവസം നടക്കും. മീൻസ് ആ രീതിയിൽ രാവും പകലും തുടർച്ചയായിട്ട് സിനിമ. നമ്മളൊക്കെ പുതിയ നമുക്ക് സിനിമക്ക് പോകാൻ പാടില്ല എന്ന് വീട്ടുകാർ പറയുമ്പോഴും കൊണ്ടോട്ടി നേർച്ചക്ക് പോകാലോ, നേർച്ചക്ക് പോയാൽ പിന്നെ കുത്തിയിരുന്ന് സിനിമ കാണും. അങ്ങനെയൊക്കെയാണ് എല്ലാ കലാപരിപാടികളും നടക്കും. അതെല്ലാം നടക്കപ്പോൾ 5 ദിവസം കൊണ്ട് 25 ഷോ വരെ നടക്കുക. 24 അവർ തന്നെ. സഹോദരങ്ങളെ, ഏത് ഇസ്ലാമാണ്? ഇതാണോ ഇസ്ലാം? ഇതാണോ നേർച്ച? ഇതിനുവേണ്ടി ഫെസ്റ്റിവൽ ഇട്ടോളി, ഒരു പൂരം എന്ന് വെച്ചോളി, മറ്റൊരു പേരിട്ടോളി. പക്ഷേ നേർച്ച എന്ന പേരും പറഞ്ഞ് ഇസ്ലാമിലെ ഒരു ഇബാദത്തിനെ, അതിനുപയോഗിച്ച പദത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മതത്തിന്റെ മറവിൽ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ചില ഹിഡൻ അജണ്ടകളാണ്. ഇത് കേവലം ഒരു ഉത്സവം മാത്രമല്ല, ഒരു ദേശത്തിന്റെ, ഒരു നാടിന്റെ ഒരു ആഘോഷം മാത്രമല്ല. അത് മാത്രമാണെങ്കിൽ നമ്മളാരും ഈ രൂപത്തിൽ എതിർക്കാൻ വരില്ല. അതേസമയം മതത്തിന്റെ മറവിലാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ 14 കൊല്ലം നിന്നു. ഏതായാലും അവസാനം ഒരു പകരം തങ്ങളെ കിട്ടി. ഇപ്രാവശ്യം തങ്ങളെ ഒപ്പിച്ച്, ഒരു കുതിരനെ ഒപ്പിച്ച്, അങ്ങനെ തങ്ങളെ കുതിരപ്പുറത്തും കയറ്റി എഴുന്നള്ളിച്ച് രണ്ടാമത് കൊണ്ടുവന്നു. തങ്ങൾ കുതിരപ്പുറത്ത് കയറിയതേ ഓർമ്മയുള്ളൂ. കുതിരക്കറിഞ്ഞു തങ്ങളാന്നുള്ളത്. നമുക്ക് കുതിരപ്പുറത്ത് പോകണത് കാണാം. നമുക്ക് അപ്പൊ കണ്ടോ, കുതിരപ്പുറത്ത് കയറി മുട്ടും മുടിയോടുകൂടി തങ്ങളെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയാണ്. കുറച്ച് പോയപ്പോ കുതിരക്ക് മനസ്സിലായി ഇത് അള്ളാഹ്ക്കെതിരാണ്. കുതിര ഇളകി പ്രാവശ്യം. അതും കൂടി കാണാൻ നമുക്ക്. തങ്ങളെയും കൊണ്ട് കുതിര വിറളിയിട്ട് അവസാനം തങ്ങൾ വീണൊന്നും വീണില്ലാന്നൊക്കെ 2 കൗലുണ്ട്. ഏതായാലും തങ്ങൾ പിന്നെ മേലെ കണ്ടിട്ടില്ല. ഏതായാലും ഇനി കുതിരപ്പുറത്തോട്ട് വരൂല. സാധാരണ ആന വരണ്ട് കേൾക്കലുണ്ട്, കുതിര വരല ആദ്യമായിട്ടാണ്. കാരണം കുതിരക്കടക്കാൻ സഹി കിട്ടും. അല്ലാം നന്ദിയുടെ പര്യായമായി പറഞ്ഞ ജീവിയാണ് കുതിര. ഇന്നൽ ഇൻസാനി റബ്ബിഹി ലകനൂദ്, കുതിരയാണേ സത്യം, മനുഷ്യൻ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നേർച്ച എന്ന പേരും പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ നമ്മളെ പഴപ്പിക്കാൻ സുന്നി മുജാഹിദ് ഭേദമന്യേ ഇവിടുത്തെ മൊത്തം മുസ്ലിമീങ്ങളെ ഷിയാവൽക്കരിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ കാലങ്ങളായി നടക്കുന്നു. ഇപ്പോൾ അതിന് ഒരു ഔപചാരികമായ ഔദ്യോഗികമായ പരിവേഷം വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും
അങ്ങേറ്റം ജാഗ്രതയോടെ കാണേണ്ട കേൾക്കേണ്ട കാര്യമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതസംഘടനകളും കയറിപ്പറ്റാനുള്ള പരിശ്രമങ്ങളുണ്ട്. എല്ലാ മതസംഘടനയിലും കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ വ്യത്യസ്ത രീതിയിൽ, ഒന്നെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട്, പത്രപ്രവർത്തകന്മാരായിട്ട്, അല്ലെങ്കിൽ നേതാക്കന്മാരായിട്ട്, ഏതെങ്കിലും അർത്ഥത്തിൽ എല്ലാ മതസംഘടനക്കുള്ളിലും കയറി കൂടിയിട്ട് അവിടെയെല്ലാം ഷിയായിസം പ്രചരിപ്പിക്കുക. അതിന് ചില പ്രത്യേകമായ ആളുകളെ ട്രെയിനിങ് കൊടുത്ത് അവരെ വേഷം മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അവരിന്ന് ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും കയറി കഴിഞ്ഞു, ദൗത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുണ്ടോട്ടി നേർച്ചയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയാല സി ഹംസയാണ്. ഈ ഷിയാ നേർച്ചയിൽ മുഖ്യ പ്രഭാഷണം സി ഹംസയായിരുന്നു. ആ സി ഹംസയെ പറ്റി നിങ്ങൾ വെറുതെ യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി. അയാളെ പ്രസംഗങ്ങൾ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന പ്രസംഗം ചെമ്മാട് ദാറുൽ ഹുദയിലാണ്. അയാളെ ഫസ്റ്റ് പ്രസംഗം യൂട്യൂബിൽ വരിക ചെമ്മാട് ദാറുൽ ഹുദയിൽ അയാൾ ദീനു പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് വരിക. അതേപോലെ നന്ദി ദാറുസ്സലാമിന് ക്ലാസ് നടന്നിട്ടുണ്ട്. കരുവാരക്കുണ്ട് ദാറുൽ നജാത്തിന് ക്ലാസ് നടന്നിട്ടുണ്ട്. APK ഒട്ടുമിക്ക സ്ഥാപനത്തിലും അയാളെ പ്രസംഗം നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുവിധം സംഘടനയിലൊക്കെ വ്യത്യസ്തമായ വേഷം കെട്ടി വന്ന് ക്ലാസ് എടുക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് ഈ ഷിയ ആശയക്കാർ അയാളെത്തിയത്? സുന്നി അഫ്കാറിൽ സ്ഥിരമായി ഇയാളെ ലേഖനമുണ്ട്. സുന്നി അഫ്കാർ ഇന്റർവ്യൂ കൊടുത്തു. ഇയാൾ പണ്ട് ഷിയായിരുന്നു, തൗബ ചെയ്ത് മടങ്ങിയില്ല, പിന്നെ ന്യായം പറഞ്ഞു. ഇയാൾ ആദ്യം ഷിയായിരുന്നു, പക്ഷേ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ അടക്കം സംഘടിപ്പിച്ച് ഞാനതൊക്കെ വിട്ടു, അതിലൊക്കെ മാറി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ ചെന്നത്. ഷിയാക്കളുടെ അടിസ്ഥാന വിശ്വാസമാണ് തഖിയ്യത്ത്, മറച്ചു വെക്കുക. തനിനിറം മറച്ചു വെച്ചിട്ട് പുറത്തേക്ക് മറ്റു രൂപം കാണിക്കല് അവർക്ക് ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. അത് ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ആശയമാണ്. അങ്ങനെ ഞാൻ ഷിയായിസം വിട്ടു, ഞാൻ പശ്ചാത്തപിച്ചു, ഞാൻ സമസ്തന്റെ ആളായി എന്ന് പ്രഖ്യാപിച്ചു വരികയും സുന്നി അഫ്കാർ തലപ്പത്തെത്തുകയും ആ സുന്നി അഫ്കാറിൽ നിരന്തരമായി ലേഖനം എഴുതുകയും ചെയ്യുന്ന രീതിക്കെത്തി. നന്ദി ദാറുസ്സലാം കോളേജിൽ സന്നദ്ധാന സമ്മേളനം നടന്നപ്പോൾ അവിടെ ഈ സി ഹംസയുടെ പ്രസംഗമുണ്ടായി. നന്ദി ദാറുസ്സലാമിൽ നിന്ന് സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി സുവനീർ ഇറങ്ങിയപ്പോൾ ആ സുവനീറിൽ ഇയാളുടെ ലേഖനം വന്നു. മാറി 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 എല്ലാ സുന്നി സംഘടനകളെയും സ്ഥാപനങ്ങളിൽ പ്രോഗ്രാമുകളിൽ വിഷയം അവതരിപ്പിക്കുന്ന സ്ഥിരം പ്രഭാഷകനായി സി ഹംസ മാറി. ഇപ്പോഴാ കുണ്ടോട്ടി ഈ ഷിയ നേർച്ചയിൽ അയാൾ തന്നെയാണ് പ്രസംഗിക്കാൻ വന്നത്. ഇയാൾ സമസ്തക്കാരനാണെങ്കിൽ എങ്ങനെ അയാൾ അവിടെ എത്തി? അയാൾ ഷിയാണെങ്കിൽ എങ്ങനെ അയാൾ അപ്പുറത്തെത്തി? രണ്ടാളും ഉത്തരം കിട്ടണ്ടേ? രണ്ടാലും ഉത്തരം വേണ്ടേ? സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മുഴുവനും ഈ ആളുകളുടെ പിറകിൽ നിന്നുള്ള കളികൾ മാത്രമാണ്. ആ ത്വരീഖത്തിലൂടെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ത്വരീഖത്തുകാർ പഠിപ്പിച്ച വിശ്വാസമാണ് ഇവിടെ സമസ്ത ഔദ്യോഗിക വിശ്വാസമായി ഇസ്തിഗാസ വിഷയത്തിന്, തവസ്സുൽ വിഷയത്തിന്, തവറുക്ക് വിഷയത്തിന്, മഹാന്മാരുടെ വിഷയത്തിന് എല്ലാം അവർ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാന വിശ്വാസം യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇപ്പം സമസ്തയും സലഫികളും തമ്മിലുള്ള അടിസ്ഥാന അഭിപ്രായം എന്താ? അല്ലാഹു അല്ലാത്തോട് തേടിയാൽ എപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാണ് ദുആ ആവുക? ഇതല്ലേ അടിസ്ഥാന തർക്കം. മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അല്ലാത്തവരോടൊക്കെ തേടിയാൽ ആ തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ശിർക്കാവുക? എന്താ സമസ്തന്റെ വാദം? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ആ തേട്ടം പ്രാർത്ഥനയാവുകയുള്ളൂ തന്നെ. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലാണ് ആ തേട്ടം പ്രാർത്ഥനയാവുക. മുജാഹിദ് പ്രസ്ഥാനം പ്രമാണം അടിസ്ഥാനമാക്കി പഠിപ്പിച്ചതോ മനുഷ്യ കഴിവിന്റെ അതീതമായി അല്ലെങ്കിൽ സൃഷ്ടി കഴിവിന്റെ അതീതമായി ഉള്ള തേട്ടങ്ങൾ, അഭൗതിക മാർഗത്തിലെ തേട്ടങ്ങൾ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടങ്ങൾ, അദൃശ്യ മാർഗത്തിലെ തേട്ടങ്ങൾ, അതിനാണ് ഇബാദത്ത് എന്ന് പറയാറ്. ഏത് സൃഷ്ടിക്കും അല്ലാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്, ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ആ സിസ്റ്റങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് ചെയ്യൽ വന്നു. ആ അർത്ഥത്തിൽ തേടിയാൽ ആ തേട്ടം പ്രാർത്ഥനയായി, ആ അർത്ഥത്തിൽ പേടിച്ചാൽ ആ ഭയം ഇബാദത്തായി, ആ അർത്ഥത്തിൽ പ്രതീക്ഷ വെച്ചാൽ ആ പ്രതീക്ഷ ഇബാദത്തായി. അതെല്ലാം പടച്ചറബിലൂടെ ആകാവൂ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. അത് മുജാഹിദുകളുടെ
പുതിയ തൗഹീദായി പരിചയപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പോലും തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദുകളുടെ ആശയം ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ് മുസ്ലിയാക്കന്മാർ രംഗത്തിറങ്ങിയത്. പകരം അവർ പഠിപ്പിച്ചെന്താ? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ ശിർക്ക് വരിക ഇല്ല എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അത് എവിടെ കിട്ടില്ല അറിയോ? അത് ഷിയാക്കൾ പ്രചരിപ്പിച്ചതാണ്. ഷിയാക്കളുടെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന അവരുടെ ഖുമൈനി, ആ ഖുമൈനിയുടെ ഗ്രന്ഥം, അതിന് അയാൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം എപ്പോഴാണ് ശിർക്കാവുക എന്നുള്ളത്. അദ്ദേഹം അവിടെ പറയാ, ശിർക്ക് എന്ന് പറയണമെങ്കിൽ അന്ന ശിർക ഹുവ തലബു ശൈഇൻ മിൻ അഹദിൻ ഗൈരില്ലാഹി ബിഇതിബാരി അന്നഹു റബ്ബുൻ. ശിർക്ക് എന്ന് പറഞ്ഞാൽ തലബു ശൈഇ, ഒരു കാര്യം, തലബു ശൈഇൻ, ഒരു കാര്യം തേടലാണ്, മിൻ അഹദിൻ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഒരു കാര്യം തേടുക, ബിഇതിബാരി അന്നഹു റബ്ബുൻ, അത് റബ്ബാണ് എന്ന പരിഗണനയിൽ, റബ്ബാണ് എന്ന വിശ്വാസത്തിൽ, ആ പരിഗണനയിൽ തേടുമ്പോഴാണ് ശിർക്കാവുക. അതല്ലാത്തത് വമാ അദാ ദാലിക ഫലൈസ ശിർക്കാ, വമാ അദാ ദാലിക, അതല്ലാത്ത ഒന്നും തന്നെ ഫലൈസ ശിർക്കാ, അത് ശിർക്കല്ല. റബ്ബാണ് വിശ്വാസമില്ലേ എന്നാ ശിർക്കല്ല, കഴിഞ്ഞില്ല. ലാ ഫർഖ ഫീ ദാലിക, അതിൽ വ്യത്യാസമില്ല. ബൈനൽ ഹയ്യി വൽ മയ്യിതി, ജീവിച്ചിരിക്കുന്നവരെയെന്നോ മരിച്ചവരെയെന്നോ വ്യത്യാസമില്ല. ഈ വിശ്വാസമില്ലേ ശിർക്കാവുകയില്ല. ഹത്താ അന്ന തലബൽ ഹാജതി മിൻ ഹജരി വൽ മദരി ലൈസ ശിർക, ഒരു കല്ലിനോടോ അതല്ലെങ്കിൽ അത്തരം മറ്റു വസ്തുക്കളോടോ തേടിയാൽ പോലും അതുപോലും ശിർക്കല്ല, റബ്ബാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ. ഇത് ഷിയാക്കൾ ഇമാം ഖുമൈനി എന്ന് പറയുന്ന അവിടെ ആത്മീയ നേതാവായി പരിചയപ്പെടുത്തുന്ന ആ ഖുമൈനി, അയാളുടെ കശ്ഫുൽ അസ്റാർ എന്ന കിതാബിൽ അയാൾ ഔദ്യോഗികമായി എഴുതിയ വിശ്വാസമാണ്. ഈ വിശ്വാസമല്ലേ നമ്മുടെ ഉസ്താദന്മാരും ഇവിടെ വയലുന്നത്? ഇലാഹാന്ന് വിശ്വാസമില്ലെങ്കിൽ, റബ്ബാന്ന് വിശ്വാസമില്ലെങ്കിൽ, ഖാലിഖാന്ന് വിശ്വാസമില്ലെങ്കിൽ, സ്വയം കഴിവുണ്ട് വിശ്വാസമില്ലെങ്കിൽ ശിർക്കാവുകയില്ല എന്നല്ലേ ഇവിടെ ഉസ്താദന്മാർ പ്രസംഗിക്കുന്നത്? മംഗലാപുരത്ത് വെച്ച് സംവാദം നടന്നപ്പോൾ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ ശിർക്കാകുമോ? അവിടെയും ദാരിമി പറഞ്ഞു, ഇല്ല, ശിർക്കാവുകയില്ല. ഖാലിഖാന്ന് വിശ്വാസം വേണം, എന്നാലേ ശിർക്കാവുകയുള്ളൂ. ഇത് സമസ്തന്റെ വിശ്വാസമാണ്. ഇവിടെ ഈ വിശ്വാസം സമസ്തക്ക് എവിടെ കിട്ടി? ഖുർആനിൽ നിന്നല്ല, ഹദീസിൽ നിന്നല്ല, ഇമാമിയങ്ങളിൽ നിന്നല്ല, അഹ്ലുസുന്നയുടെ പാരമ്പര്യമായി കിട്ടിയതല്ല. നേരെ മറിച്ച് അത് ഷിയാക്കൾ കൊണ്ടുവന്ന ആശയമാണ്. അതേ ആശയമാണ് ഇവിടെ ഉസ്താദുമാരെ പ്രസംഗിച്ചത്. ഒരു ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ വെന്നിയൂർ ഫൈസി പറയട്ടെ. ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. അപ്പൊ കണ്ടോ, ഖുതുബുസ്സമാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ, ഉത്തരം ചെയ്യാനുള്ള കഴിവ് ഖുതുബുസ്സമാൻ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഈ കഴിവ് കൊടുത്തു എന്ന വിശ്വാസം തന്നെ ഷിയാക്കളെ വിശ്വാസമാണ്. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബിഈക്ക് പരിചയമില്ല, അഹ്ലുസുന്നയുടെ ഇമാമിമാരും പഠിപ്പിച്ചിട്ടില്ല. ഷിയാക്കളാണ് ആദ്യമായി പഠിപ്പിച്ചത്. അല്ലാഹ് കൊടുത്ത കഴിവാണ് വിശ്വസിച്ചാൽ മതി, റബ്ബാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, ഖാലിഖാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, ഇലാഹാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാകും. അല്ലാഹ് കൊടുത്തു വിശ്വസിച്ചാലോ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ കൊടുത്ത കഴിവ് പിടുത്തം വിട്ടിട്ടാണ് പിന്നെ ആരൊക്കെ പറഞ്ഞ് എവിടെ വിളിച്ചാലും കേൾക്കുന്നായിരുന്നു. പിന്നെ അവിടുന്നൊക്കെ പോയി ഇപ്പൊ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരെ അവരാണ് എന്നിടത്തേക്ക് എത്തിയത് ഈ വിശ്വാസത്തിലൂടെ പോയിട്ടാണ്. ഇന്നിപ്പോ ലോകം നിയന്ത്രിക്കുന്ന ആര് ചോദിച്ചാല് ആദ്യത്തെ ഉത്തരം എന്താ സമസ്തക്കാരെ പറയാ? CM മടവൂരി. മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന ആര് എന്ന ചോദ്യത്തിന് സമസ്തക്കാരുടെ മറുപടി CM മടവൂരി എന്നല്ലേ. പടച്ച റബ്ബ് എന്ന പേര് പോലും പറയാത്തിടത്തേക്ക് ഈ ഉമ്മത്തിനെ എത്തിക്കാൻ ഷിയാക്കൾക്ക് സാധിച്ചു.
ഇപ്പൊ പറയാ ഷിയാ സ്വാധീനം ഇവിടക്കുണ്ട്. ഒരു കാര്യമില്ല, ഇത് ഒന്നാകെ ചതിന് കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം സിഎമ്മിനെ കുറിച്ച് കുത്തുബാണ്, മുദബ്ബിറാണ്, എല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്ന് തുടങ്ങി എന്തെല്ലാം എല്ലാം ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ് എന്നല്ലേ പറഞ്ഞത്. എല്ലാം മടവൂരിൽ നിന്നാണ് അത്രേ. കേൾക്കാൻ നമുക്ക് ആ ഭാഗമുണ്ട്. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാ മടവൂരിൽ നിന്നാണ്. എല്ലാ നിഅമത്തും എല്ലാ ഖൈറും എല്ലാം ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ് എന്നിടത്തേക്ക് ഉസ്താദുമാരെത്തി. നാട് നീളാ പ്രസംഗങ്ങൾ വന്നു, വ്യാപകമായി ഇത് പ്രചരിപ്പിക്കപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മുദബ്ബിൽ ആലം അല്ലാഹു മാത്രം എന്ന ടൈറ്റിലിൽ പ്രഭാഷണങ്ങളും ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും വരെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പൊ അവസാനം ചില ഉസ്താദുമാരൊക്കെ തിരിച്ചറിഞ്ഞു, ഇവ പേരോട് ഉസ്താദ് പറയാ അങ്ങനെ കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ നബിയോട് തേടിയാലും ആരോട് തേടിയാലും അവര് സഹായിക്കൂല, അങ്ങനെ കഴിവില്ല, നേരെ മറിച്ച് അവര് മുഖേന അള്ളാഹ് സഹായിക്കുന്നതാണ് എന്നാക്കി മാറ്റി. ഇപ്പൊ പേരോട് മുസ്ലിയാർ, ഇപ്പൊ സമസ്തയിൽ അതാടി, ഇപ്പൊ സമസ്തക്കുള്ള അടിയതാണ്. ഇത്രയും കാലം സമസ്ത ഔദ്യോഗികമായി ഏത് സമസ്തയും പ്രചരിപ്പിച്ചെന്താ അല്ല കണക്കില്ലാതെ കൊടുക്കുന്ന എന്ന ആയത്ത് വരെ സ്വന്തമായി അർത്ഥം വെച്ചുകൊണ്ട് അല്ലാഹു തആല ആർക്ക് എന്ത് കഴിവും കൊടുക്കും. അപ്പൊ ലോകം മൊത്തം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തു വിശ്വസിച്ചാൽ മതി എന്നാ അവർ പറഞ്ഞത്. പടച്ചളമ്പിന്റെ കുദറത്ത് അതൊരു പടപ്പിന് കൊടുക്കൂല എന്നുള്ള ഒരു അടിസ്ഥാന പാടെങ്കിലും വേണ്ട. അള്ളാന്റെ സിഫത്ത് അല്ലാഹ് പടപ്പിന് കൊടുക്കും. അള്ളാഹുവിന്റെ ഒരു നാമം, അവന്റെ ഒരു സിഫത്ത് ഒരു പടപ്പിന് അല്ലാഹ് കൊടുക്കും. അതിനെ കൊടുത്താൽ പിന്നെ അള്ളാഹു സ്വയം പങ്കുകാരൻ സ്വീകരിച്ചു എന്നല്ലേ അതിനർത്ഥം. ഇസ്ലാമിന്റെ അസ്ലെന്താ? വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹ് ഏകനാണ്, ഒരു പങ്കുകാരില്ല. പിന്നെ അല്ലാഹ് ഒരാളെ ഖാദിറാക്ക, സമീആക്ക, ബസീറാക്ക, അലീമാക്ക, മുദബ്ബിറാക്ക, അല്ല അല്ലാഹുവിന്റെ കഴിവ് കൊടുത്താൽ അതിനർത്ഥം എന്താ? അല്ലാഹ് സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു. അല്ലാഹ് നബിയെ പറഞ്ഞെന്തിനാണ്? അല്ലാഹുക്ക് പങ്കുകാരില്ല എന്ന് പഠിപ്പിക്കാൻ. ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്? അല്ലാഹുക്ക് പങ്കുകാരില്ല എന്ന് പഠിപ്പിക്കാൻ. ബദറും ഉഹുദും ഖന്തഖും ഹുനൈനും എല്ലാം ഉണ്ടായതാണ് പങ്കുകാരെ സ്ഥാപിച്ചവരും അല്ലാത്തവരും തമ്മിലാണ്. എന്നിട്ട് അപ്പുറത്ത് അല്ലാഹ് കുറെ ആൾക്ക് ഇങ്ങനെ അല്ലാഹുവിന്റെ സിഫത്തുകൾ കൊടുക്കുകയും ചെയ്യാം. അതുണ്ടാവുക കൂട്ടരെ, അതോടെ ഇസ്ലാം പൊളിഞ്ഞില്ലേ. പക്ഷേ അങ്ങനെ കഴിവ് കൊടുക്കും, കണക്കില്ലാതെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ച് ഇപ്പൊ അവസാനം കൺട്രോൾ വിട്ടു. ഇപ്പൊ നിവൃത്തില്ല. ഇപ്പൊ എല്ലാം പടപ്പിലേക്കായി. എല്ലാം മടവൂരിൽ നിന്ന് എല്ലാ ഖൈറുകളും, അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, എല്ലാ മടവൂരിൽ നിന്നാണ് എന്ന് വരെ പറഞ്ഞത്തേക്ക് എത്തിയപ്പോ ഇപ്പത് പ്രശ്നം മനസ്സിലായപ്പോ ഇപ്പൊ ഒരു ആദർശ സമ്മേളനമായി ഇറങ്ങി. രണ്ടാമത് പേരോട് സഖാഫിയും അലവി സഖാഫിയും കൂടെ ഇപ്പൊ ഒരു അറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആദർശ സമ്മേളനം അത് പുതിയ ആദർശമാണ്, ഇതുവരെ പറഞ്ഞ ആദർശമല്ല. ഇതുവരെ പറഞ്ഞ ആദർശം എന്തായിരുന്നു? കണക്കില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. എവിടുന്ന് വിളിച്ചാലും പ്രശ്നമില്ല, എല്ലാ കഴിവുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുലൈമാൻ നബിയുടെ കഥയൊക്കെ ഇവിടെ എത്ര ഉസ്താദ് പ്രസംഗിച്ചതാ. സുലൈമാൻ നബി ബൽഖീസിനോട് ബൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി ജിന്നിനോട് തേടിയില്ലേ എന്ന് വരെ നുണ പറഞ്ഞ മനുഷ്യന്മാർ. ഇപ്പൊ അതൊക്കെ മറന്നിട്ട് ഒന്ന് ചെത്തിക്കൂർപ്പിച്ച് എഡിറ്റ് ചെയ്ത പുതിയ ആദർശവുമായി ഇപ്പൊ പേരോട് മുസ്ലിം ഇറങ്ങിയിട്ടുണ്ട്. അതെന്താ പറയണത്? അങ്ങനല്ലാതാണ് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ, കേട്ടോളിങ്ങൾ. ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയെ, ലിതഖദിയ ലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല, നിർവഹിക്കേണ്ടവൻ അള്ളയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം, എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. തങ്ങൾ വീട്ടിൽ തരാൻ, വീട്ടിൽ കൊടുക്കുന്നവൻ അല്ലാഹു ആണ്.
അത് വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നും അപ്പൊ എന്താ പറഞ്ഞത്? തങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയോ? കഴിയില്ല. ഇത്രയും കാര്യം പറഞ്ഞതോ അല്ല കഴിവ് കൊടുത്തു. കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നല്ലേ ഇവിടെ പറയല്. ഏത് സാധാരണ സുന്നിയും പറഞ്ഞേ ഞങ്ങൾ കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നത്. പേരോട് പറയില്ല അവിടെ കഴിയൊന്നുമില്ല, പിന്നെന്താണ്? ഇടപെടാന്നേ ഉള്ളൂ. ഏതുപോലെ പേരോടിനോട് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ പറഞ്ഞാല് പള്ളി പോയിട്ട് ഒരു കല്ല് പൊന്തിക്കാൻ മൂപ്പയ്ക്ക് പറ്റില്ല, അധ്വാനിച്ച് പരിചയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയും. അതെന്താണ്? ഇടപെടണം എന്നാണ്. എന്നതുപോലെയാണ് നബിയെ നിങ്ങളെ വീട്ടിൽ തരണേ എന്ന് പറഞ്ഞാൽ വീട്ടാളെ കഴിവ് ലഭിക്കില്ല എന്നേരത്ത് പേരോടെത്തി. ഒരു സ്ഥലത്തല്ല, ഒരു പ്രസംഗത്തിലല്ല. ഇപ്പൊ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചിടത്തൊക്കെ ഇതാണ് ആദർശം. പുതുതായി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനങ്ങളിൽ അലവി സഖാഫിയും പേരോട് സഖാഫിയും എല്ലാം ഇപ്പൊ പ്രസംഗിക്കുന്നത് ഈ ആശയമാണ്. കഴിഞ്ഞ ആഴ്ച ഫറൂഖിൽ നടന്നു, വേഗം നടന്നു, ഇങ്ങനെ പരിസരത്തും നടക്കുന്നുണ്ട്. വാഴക്കാട് നടന്നു. അവിടെയൊക്കെ പറഞ്ഞ ആശയം എന്താ? ഇതാണ്. നിമിത്തമാണ്, കാരണമാണ്. അല്ല, ലോകം ഒന്നാകെ നിയന്ത്രിക്കാനൊന്നും ആരെ കൊണ്ടും കഴിയില്ല, അത് അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഇപ്പൊ പേരോട് പറയുന്നുണ്ട്. ലോകം മൊത്തം നിയന്ത്രിക്കൂല. എന്നുള്ള ആയത്തൊക്കെ ഒതിരി എത്ര നല്ല തൗഹീദപ്പ പ്രസംഗിക്കുന്ന അറിയും. ആ ആയത്തിങ്ങനെ ഓതിയിട്ട് മൂപ്പരിങ്ങനെ പറയാണ്, ആരാണ് ആകാശം പടച്ചത്, ആരാ ഭൂമി പടച്ചത്, ആരാണ് വെള്ളമിറക്കിയത്, ആരാണ് മുദബ്ബിറുൽ അംർ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അള്ളയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്നൊക്കെ തൗഹീദിന്റെ ആയത്തോതിയിട്ടാണ് ഇപ്പൊ പേരോടിന്റെ വഴി. അപ്പൊ പിന്നെ ഇസ്തിഗാസയോ? അപ്പൊ പേരോട് പറയാം അത് നമ്മൾ ചോദിക്കുന്നു, അത് അല്ലാഹു തആല നടപ്പാക്കി തരും. അല്ല, ഇവരാരും നടപ്പാക്കി തരൂല. അവർക്ക് രോഗം മാറ്റാൻ കഴിയില്ല, അവർക്ക് ആവശ്യം തീർക്കാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന ആശയമാണ് ഇപ്പൊ പേരോട് മുസ്ലിം പ്രസംഗിക്കുന്നത്. അതേസമയം മറ്റൊരു വാദം കൂടി കേൾക്കാം നമുക്ക്. ഇതേ ആശയം തന്നെ. എന്ത് ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ചിലര് അവരുടെ നേതാക്കൾ പറഞ്ഞു പറ്റിച്ചു. അവര് പറയും സുന്നികളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുന്നത് CM വലിയുള്ളാഹിൽ നിന്നാണ്, അല്ലെ എല്ലാം കിട്ടുന്നത് മുഹീദ്ദീൻ ശൈഖിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സുന്നികളുടെ വിശ്വാസം. സുന്നികളുടെ വിശ്വാസം ഞാനിപ്പോ പറഞ്ഞതാ. അപ്പൊ ചിലര് പറഞ്ഞ് പറ്റിക്കാണ്, എല്ലാം കിട്ടുന്നത് CM എന്നൊക്കെ ചിലര് നമുക്ക് വിശ്വാസമുണ്ട് പറയും. അങ്ങനൊന്നുമില്ല, അങ്ങനെ ആരോ പറഞ്ഞ് പറ്റിക്കാണ്. സുന്നികളുടെ വിശ്വാസം അതല്ല എന്നിടത്തേക്ക് എത്തി. ഈ പ്രസംഗം ഇറങ്ങിയപ്പോ നൗഷാദ് കൂട്ടർ പേരോട് വഹാബിയായി പോയി. ഇനി ഇസ്തിഗാസല്ല. അങ്ങനെ കഴിവുണ്ടെങ്കിൽ സഹായം ചോദിക്കാം. കൊടുത്ത കഴിവെന്നാ ചോദിച്ചത്. അങ്ങനെ കൊടുത്ത കഴിവില്ലാന്ന് വന്നാലോ? അങ്ങനെ കഴിവില്ലാന്ന കഴിവ് കൊടുക്കുന്ന പ്രശ്നമില്ല, പിന്നെ ഇസ്തിഗാസ ചെയ്യാൻ പറ്റും. ഇനി തപസ്സുരേ ഉള്ളൂ, ഇനി ഇസ്തിഗാസല്ല. അപ്പൊ പേരോട് മുസ്ലിയാർ ഇപ്പൊ മാറ്റി വഹാബിയായി പോയിട്ടുണ്ട് എന്നാണ് മറ്റേ മുസ്ലിയാരുടെ ആരോപണം. അതും കൂടി കേൾക്കാം നമുക്ക്. സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലുണ്ടെന്ന് പറഞ്ഞ ആൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കോലത്തിൽ പിശാച് സ്വപ്നത്തിൽ വരുമെന്ന് പറഞ്ഞ ആൾ, ഇസ്തിഗാസ അള്ളാന്റെ റസൂല് സഹായിച്ചു എന്ന് പറയുന്നത് അദബുകേടാണ് എന്ന് പറഞ്ഞ വ്യക്തി, ആ വാചകം ശരിയായ അദബല്ല എന്ന് പറഞ്ഞ ആൾ, വാപ്പ അവശനായ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആ വ്യക്തി, അയാൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആദർശയാത്രയിലെ പ്രസംഗം എന്താ ഇപ്പോ ലേറ്റസ്റ്റ് പ്രസംഗം അതിലെന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് മടവൂരിൽ നിന്നാണെന്നോ, ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് മുഹയ്യദ്ദീൻ ശൈഖിൽ നിന്നാണെന്നോ. അങ്ങോട്ടുമുണ്ട്, ഇവിടെ ഒന്നും നിന്നിട്ടില്ലേ, അങ്ങനെ പോവാൻ. മുഹയ്യദ്ദീൻ ശൈഖിൽ നിന്നാണെന്നോ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. ഓ, ഇവനെ ഏൽപ്പിച്ചതാണല്ലോ അഹ്ലുസുന്നയുടെ വാദം പറയാൻ. കടുത്ത വഹാബിയെ ആരെങ്കിലും സുന്നി ആശയം പറയാൻ ഏൽപ്പിക്കുമോ? എന്തൊരു അഹങ്കാരം! മരിപ്പിക്കാന്ന് പറഞ്ഞാലേ അല്ല വന്ന് നേരെ കൊണ്ട് മരിപ്പിക്കലല്ല, അതിന് ആളുണ്ട് ഇവിടെ, ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഇവിടെ. ഒരു ചെടി മുളക്കണമെങ്കിൽ ആ ചെടി മുളക്കുന്നതിന്റെ പിന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആളുണ്ട് ഇവിടെ. എന്താ നിങ്ങൾ മനസ്സിലാക്കി? അള്ളാന്റെ ജലാലിയത്തെങ്കിലും പഠിക്കണ്ടേ? അള്ളാരാന്ന് പഠിക്കണ്ടേ? അപ്പൊ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ആദർശ പ്രഭാഷണം, ആദർശം യാത്രയായ, അങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ എന്തായി? പേരോട് കടുത്ത വഹാബിയായി. എന്താ പ്രശ്നം?
നബിക്ക് അങ്ങനെ കഴിവൊന്നുമില്ല. പിന്നീട് ആ പ്രസംഗത്തിൽ പിന്നെ പറഞ്ഞ ഉദാഹരണമാണ് കുഴഞ്ഞെടുക്കണ വാപ്പാന്റെ ഉദാഹരണം. അതാണ് മുപ്പര പറഞ്ഞത്. വാപ്പ കുഴഞ്ഞെടുക്കാണ്. മോൻ വന്നു വാപ്പ എനിക്കൊരു പുരണ്ടാക്കണല്ലോ. വാപ്പാക്ക് പുരണ്ടാക്കി കൊടുക്കാൻ വയ്ക്കോ? ഇവിടെ കിടക്കല്ലേ. പിന്നെ എന്താ മോനെ പറഞ്ഞത്? അത് വാപ്പ നിങ്ങളതിന് വേണ്ട ഏർപ്പാട് ചെയ്തു തരണം, ഇടപെടണം എന്ന അർത്ഥത്തിലാണ്. എന്നതുപോലെയാണ് നബിയെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നബിക്ക് സഹായിക്കാൻ കഴിയൂല. അപ്പൊ നൗഷാദ് മുസ്ലിയാർ പറയാണ് ഇത് വഹാബികൾ ആശയാണ്. ഇതെങ്ങനെ നിങ്ങൾ ഇസ്തിഹാസ ചെയ്യാൻ നാം ചോദിക്കണം? ഇനി എങ്ങനെ ബദലുമാരെ പാടാൻ നാം ചോദിക്കുന്നത്? ഇനിങ്ങനെ കുത്തുബിയത്ത് ഇല്ലാതെ ചോദിക്കാൻ. കുത്തുബിയത്ത് എന്താണ്? വല്ലാഹു അഅ്താകഹു ഫഅൻത മാലികുഹു. അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളാണ് ഉടമക്കാരൻ. നാം കുത്തുബിയത്തിലുള്ളത് പേരോട് കൊടുത്തിട്ടൊന്നുമില്ല, അള്ളയാണ് ചെയ്യുക എന്നിടത്തേക്ക് ഇപ്പൊ എത്തി. ഇത് പേരോട് മുസ്ലിയാരും അലവി സഖാഫിയും മാത്രമേ പ്രസംഗിക്കുള്ളൂ ഈ ആദർശം പടയോട്ടത്തിന്. വേറെ ആരും കൂട്ടാൻ ധൈര്യമില്ല. ഇവരെ ഞങ്ങൾ ഒത്തിട്ട് എന്തോ ഒരു പരിപാടി ഒപ്പിച്ചതാണ്. നന്നാകാൻ ഉള്ള നീയത്താണെങ്കിൽ അൽഹംദുലില്ലാ പഠിത്തം ഹിദായത്ത് കൊടുക്കട്ടെ. പക്ഷെ അപ്പുറത്ത് സാക്ഷാൽ പ്രസിഡന്റ്, അവരുടെ ഉലമാ സംഘടനയുടെ പ്രസിഡന്റ് കാന്തപുരത്തിലെ സ്റ്റേജിൽ എത്തിക്കൊണ്ട് അയാൾ പ്രസംഗിക്കാണ്ട് നബി തന്നെ മൊത്തം നിയന്ത്രിക്കുന്നത്, മുദബ്ബിർ മൊത്തം മുദബ്ബിർ അത് നബി തന്നെയാണ് എന്ന് അപ്പുറത്ത് പ്രസംഗിക്കുക. കേട്ടോളൂ അതും കൂടി നിങ്ങൾ. പിന്നെ താജുലുലമ സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹുവിനെ പറ്റി കുത്തുബ് എന്ന് പറഞ്ഞുകൊണ്ട് പേർക്കായിരുന്നു. അപ്പം ഇദ്ദേഹം കുത്തുബാണ്, മദീനത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇവിടെ പരിപാലിച്ച് ദീനിയായ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയ മഹാനാണ് അവരുകൾ. എല്ലാവരെയും ആര് പറഞ്ഞേക്കുന്നത് തന്നെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞേക്കണേ. അള്ളാൻ്റെ ഹബീബ് ഇപ്പോഴും വഫാത്തായി പോയിക്കണമെങ്കിലും എൻ്റെ വഫാത്ത് നിങ്ങൾക്ക് കയറാണ്, എൻ്റെ ഹയാത്ത് കാലത്ത് ഹയാത്തും കയറാണ്, വഫാത്തും കയറാണ്. റസൂൽ പോയി എന്ന് പറയാൻ പറ്റില്ല. റസൂൽ എപ്പോഴും ജീവിച്ചിരിക്കണ മാതിരിയാണ്. നമ്മൾ സലാം ചെല്ലിയാലും അടക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ഹബീബായ നബിയാണ് എപ്പോഴും ഇവിടെ ലോകം നിയന്ത്രിക്കുന്നത്. റഹ്മത്തുൽ ആലമീനായ ഹബീബായ നബിൻ്റെ നിയന്ത്രണമാണ് ഈ ലോകത്തൊക്കെ നടക്കുന്നത്. ആ നിയന്ത്രണത്തിൽപ്പെട്ട ഒന്നാണ് ഈ കുത്തുബനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എത്ര കൃത്യം! അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? നബിതങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത്. വഫാത്തായാലും ശരി നബിയാണ് കുത്തുബിനെ പറഞ്ഞയക്കുന്നത്. CM അടക്കമുള്ള കുത്തുബുകളൊക്കെ റിക്രൂട്ട് ചെയ്ത് ഏൽപ്പിക്കുന്ന ആളാ അല്ലാഹുവിന്റെ റസൂലാണ്. നബിയാണ് ലോകം നിയന്ത്രിക്കുന്നത്. അപ്പുറത്ത് ഈ സുലൈമാൻ പറയാം. അതിന് കാന്തപുരം മുസ്ലിയാർ സാക്ഷി. പക്ഷെ ഇപ്പുറത്ത് പുതിയ ആദർശ യാത്ര ചെയ്ത പുതിയ ആദർശവുമായി വന്നിരിക്കുന്ന പേരോട് മുസ്ലിയാർ പ്രതീക്ഷയുണ്ട്. മറ്റ് ഷിയാക്കളുടെ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണെങ്കിൽ നല്ല കാര്യം. ആ ആദർശ ഓട്ടത്തിലാണ് അലവി സഖാഫി പ്രസംഗിച്ചത്. എല്ലാ ആചാരവും എല്ലാ അന്ധവിശ്വാസവും ചെന്നെത്തുന്ന ഷിയാക്കളിലേക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു പ്രതീക്ഷയാണ് സഹോദരികളെ. അങ്ങനെ ചില മാറ്റമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ മാറാൻ കഴിയില്ല. പണ്ട് എഴുതിയത്, പണ്ട് പ്രസംഗിച്ചത് ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം എന്താ ചെയ്യാ? ഇത് മാറ്റണമെങ്കിൽ വഹദത്ത് മാല എന്ന പേര് മാല ഉണ്ട്. വഹദത്ത് മാല ഒരു വലിയ കാര്യപ്പെട്ട മാലയായിട്ട് കൊണ്ടെടുക്കുകയാണ് വഹദത്ത് മാല. അതിന് മലയാളത്തിന് പരിഭാഷയുണ്ട്. വഹദത്ത് മാല വ്യാഖ്യാനം സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന് പണ്ട് AP സുന്നിയോട് പരിചയപ്പെടുത്തിയാണ് പരിഭാഷ എഴുതി. വഹദത്ത് മാല വ്യാഖ്യാനം. ആ വഹദത്ത് മാലയിൽ കാണാം മുഹീദ്ദീൻ മാലയിൽ ഒരു വരി കൊടുക്കുകയാണ്. വല്ലാ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന വരി കൊടുത്തിട്ട് ഇയാളെ വ്യാഖ്യാനം കണ്ടോ? ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം. കാരണം ഗൗസുൽ ആലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന അള്ളാഹുവാണ്, അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ ആലമുമാണ്. പിന്നെന്തു പ്രയാസം? കണ്ടോ? അള്ളാഹിനെ വിളിച്ചാൽ ഗൗസുൽ ആലമാണ് ഉത്തരം ചെയ്യുക, ഗൗസുൽ ആലമിനെ വിളിച്ചാലോ അള്ളയാണ് ഉത്തരം ചെയ്യുക. പിന്നെന്താ പ്രയാസം? രണ്ടും ഒന്നാണ്, വേർതിരിക്കാനില്ല. ഇത് സമസ്തയുടെ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളെന്ന് AP സുന്നികൾ പരിചയപ്പെടുത്തിയ ആള് പരിഭാഷപ്പെടുത്തിയ വഹദത്ത് മാല വ്യാഖ്യാനമാണ്. ഇതൊന്നും അങ്ങനെ മറന്നു പോവില്ല. ഇപ്പോൾ ആദർശ സമ്മേളനം പറഞ്ഞ് ഇറങ്ങിയിട്ട് അങ്ങനൊന്നുമില്ല, കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തനിക്കില്ല. തെറ്റുപറ്റി പറഞ്ഞാൽ മതി. തെറ്റുപറ്റി, ഞങ്ങൾ ഷിയാക്കൾ ആശയം സ്വീകരിച്ചു പോയി, തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, പിന്നെ നമ്മൾ ആരും ആക്ഷേപിക്കാൻ പിന്നാലെക്കില്ല. പക്ഷെ അതോടെ എല്ലാ മാലപ്പാട്ടും ഒഴിവാക്കേണ്ടി വരും. എല്ലാ മാലപ്പാട്ടിലും ആശയ ഉള്ളത് കുത്തുബിയത്ത് ഒഴിവാക്കേണ്ടി വരും.
പിന്നെ ബദറുമാലയും മുഹിദ്ദീന്മാരും നഫീസത്തുമാലയും ഒക്കെ അത് ഒഴിവാക്കേണ്ടി വരും. അതിലൊക്കെ ഈ ഷിയ ആശയമാണുള്ളത്. ഇസ്തിഗാസ തൽക്കാലം ഒഴിവാക്കേണ്ടി വരും. നൗഷാദ് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇസ്തിഗാസ ചെയ്യുമ്പോൾ അവർക്ക് കഴിവില്ലല്ലോ, പിന്നെ എന്ത് ചോദിക്കാന്നാണ്. ഇസ്തിഗാസ അവസാനിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ ഷിയ ആശയങ്ങളും ഇപ്പൊ സമസ്തയിലുണ്ട്. അതിൽ നിന്ന് ശുദ്ധീകരണത്തിന്റെ തുടക്കമാണോ പേരോട് മുസ്ലിയാരെ ഈ നയം മാറ്റമെന്ന് നമുക്കറിയില്ല. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇവിടെ സമസ്ത പ്രചരിപ്പിക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ഷിയ ആശയം തന്നെയാണ്. അത് ഷിയാക്കളും സമ്മതിക്കുന്നുണ്ട്. ഷിയാക്കൾ തന്നെ പറയുന്നു ഞങ്ങളും സുന്നികളും ബായി ബായി ആണ് എന്ന് പറയുന്ന പ്രസംഗം കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. और अल्हम्दुलिल्लाह शिया सुन्नी मुसलमान अहले बैत के आशिक, लेकिन ये जो दूसरी चीजें अभी आ रही हैं सल्फियों और वहाबियों की तरफ से, ये अहले बैत के दुश्मन लगते हैं. जाहिर है उनकी कब्रों को भी गिरा दिया, अभी आप सुनने के और दूर भगा. लेकिन जितने सुन्नी हैं हमारे भाई वो अहले बैत के आशिक हैं, बड़ा एहतराम करते हैं, रोते हैं, मजसे में आते हैं, नजर नियाज करते हैं. देखिए बीच में अहले सुन्नत हैं, इनकी तादाद सबसे ज्यादा है सारी दुनिया में. इधर शिया है, इधर वहाबी है. अब जो अकलमंदी करेगा फ्यूचर उसी का मुस्तकबिल, उसी का रोशन. अब अकायद में सुन्नी हमारे भाई 90% उनका अकीदा हमारा एक है. हम कहते हैं या रसूल अल्लाह, वो भी कहते हैं या रसूल खुदा. हम कहते हैं या अली मदद, सुन्नी भी कहते हैं या अली मदद. हम मजलिसों में रोते हैं, सुन्नी भी रोते हैं. वहां भी सब इसको बिद्दत बिद्दत हराम हराम समझते हैं. हम औलिया खुदा की मज़ारों पे जाते हैं, सुन्नी हजरात भी जाते हैं. हम नजर नियाज देते हैं, सुन्नी भाई भी नजर नियाज देते हैं. हम शफाअत के कायल हैं, वो भी शफाअत के कायल हैं. हम जियारत पे जाने के कायल हैं. 99% भी कह सकते हैं, लेकिन 90% कोई शक ही नहीं. अकायद जो हमारे हैं वो अहले सुन्नत के भाइयों के एक है, मगर 90% वहाबी उनके अकायद हमारे खिलाफ है, शियों के भी सुन्नी के. और वो तो आपने देखा कि मज़ारों पर भी वो बम रखते हैं, उन्हें भी मार रहे हैं, हमें भी मार रहे हैं. लेकिन अब अकलमंदी अगर हम करें तो सुन्नी भाई हमारे पास आएंगे. लेकिन अफसोस ये है कि जो अकलमंदी हमें करनी चाहिए वो हम नहीं कर रहे हैं. वहाबी उन्हें पैसे दे के खींच रहे हैं. और हमारी मजलिस में अगर आ जाए हम 2-3 ऐसी बातें कर देते हैं कि वो फिर दोबारा आते ही नहीं. सुन्नी भाई मजलिसों में आते हैं, मजलिस करते हैं. मुल्तान में हमसे मजलिस एक सुन्नी भाई पढ़वाता था. कहते कि 90 के करीब परमिटें हैं जुलूस की, और उसमें से 70% सुन्नियों के जुलूस निकलते हैं. मुल्तान सेवन शरीफ आप जाएंगे मुहर्रम में, सब काले कपड़े में. सारे शहर शिया है, सारा शहर शिया नहीं है, सब मातम भी करते हैं सुन्नी. मटियारी सिंध का एक शहर हैदराबाद के नजदीक, वहां वहाबी भी मातम कर रही. पुरानी आदत है, जियारत नहीं पढ़ते, कहते ये बिदअत है. सुन्नी भी मातम करते हैं. तो अजीज अब आप देख रहे हैं हम अपनी मजलिसों का रुख नहीं बदल रहे हैं कि भाई सुन्नियों को हम बुलाएं. हम सुन्नी भाई को भगा देते हैं, और वो वहां भी पैसे दे रहे हैं, उनको खींच रहे हैं, मदरसे में मदद कर रहे हैं. हाँ जी, हर तरीके से उन्हें खींच रहे हैं. हम खींच नहीं रहे, आने वाले को भगा देते हैं. तो ये हम अपना नुकसान कर रहे हैं. आप देखिए वहां भी 50 साल पहले पाकिस्तान में 5% थे मुश्किल से. इस वक्त उनकी तबलीग से वो किसी मुल्क में 40% हो गए, किसी शहर में 30% हो गए, 20%. क्यों? वो तबलीग कर रहे हैं. वहां कहां से अपनी तादाद बढ़ा रहे हैं? सुन्नियों को खींच रहे हैं, और हम सुन्नियों को भगा रहे हैं. देखिए सुन्नी सारे अहले बैत के आशिक हैं. इन्हें आप भगाएंगे तो हमारी तादाद कम होगी, हम कमजोर होंगे. अगर अजीजों हम लोगों को सही तबलीग करें, मैं समझता हूं लाखों सुन्नी आज शिया बनने के लिए तैयार है. हम कोशिश नहीं करते. हर वहाबी ने कसम खाया कि मरने से पहले 10 वहाबी मुझे बनाने, मगर शिया तबलीग नहीं करते. इल्म आपके पास है, दलील आपके पास है, फलसफा आपके पास है, मंतिका. आप देखिए हर वहाबी साल में 1 महीना तबलीग के लिए देता है. डॉक्टर हो, प्रोफेसर हो, हर आदमी. आप देते हैं, हम नहीं देते. 10 दिन आगे खत्म. इसीलिए उनकी तादाद बढ़ रही है. अमेरिका में गया भी, नॉर्थ अमेरिका में हर साल, ये रिपोर्ट है, सही रिपोर्ट है, हर साल 50,000 अमेरिकन को वहाबी बना रहे हैं. 50,000 अमेरिकन हर साल वो तबलीग कर रहे हैं. इमाम जमाना का इंतजार हम कर रहे हैं, तबलीग वो कर रहे हैं. अजीज अगर आपके पास इल्म भी है, सब कर काम नहीं करेंगे तो कैसे नतीजा मिलेगा? जो आता हुआ भी सुन्नी भाई उसको भगा देते हैं. അപ്പൊ കണ്ടു, എല്ലാ അർത്ഥത്തിലും സുന്നി ഷിയ ഒന്ന് തന്നെയാണ്. വഹാബി മാത്രമേ കുഴപ്പമുള്ളൂ. ഇവിടെ
അപ്പൊ ഇതാണ് നമ്മളും പറഞ്ഞത്, അവർ എന്താണ് ലക്ഷ്യമാക്കിയത് അതാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടാം. ഇത് സുന്നി മുജാഹിദ് തർക്കം പറഞ്ഞിട്ട് ഒരു അങ്ങനെ പറഞ്ഞു, ഇനി നമുക്ക് മറുപടി വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാശിക്ക് പോകേണ്ട കാര്യമല്ല. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുണ്ടോട്ട് നേർച്ചയിൽ പോലും പിടിച്ച ബാനറിൽ എന്താ? കുണ്ടോട്ട് നേർച്ചയിൽ ജാഥ പോകുമ്പോ ആ ജാഥയുടെ മുന്നിൽ പിടിച്ച ബാനർ എന്താ? യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. ഇതെവിടെ നമ്മൾ പണ്ട് കേൾക്കുന്നത്? അതെങ്ങനെ നമ്മുടെ നാട്ടിൽ എത്തിയത്? ആ ബാനറിന് പിറകിൽ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഒന്നാകെ അണിനിരുന്നത്? അല്ലാത്തതുണ്ടാകും, പിന്നെ വൃത്തില്ല. മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ അത് സ്വീകാര്യമായി? കണ്ടു, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. അവർ പ്രധാനപ്പെട്ട 5 ഷിയാക്കളുള്ളത് ഈ 4 പിന്നെ നബിയും. അതാ ഷിയാക്ക പഞ്ചദൈവങ്ങൾ. ഒരു 5 എല്ലാത്തിനും അവർ വിളിക്കുന്നത്. അതാ ഫാത്തിമ മൗലിദൊക്കെ പറഞ്ഞത്, ലീ ഖംസതുന്ന, എനിക്ക് 5 പേരുണ്ട്. 5 എനിക്കുണ്ട്. എന്തിന്? എല്ലാത്തിനും വിളിക്കാൻ. വബാ അടക്കമുള്ള, പ്ലേഗ് അടക്കമുള്ള ഏത് പ്രശ്നം തീർക്കാൻ എനിക്ക് 5 പേരാണുള്ളത്. ഒന്ന് അൽ മുസ്തഫ വൽ മുർത്തദ വബ്നാഹുമാ വൽ ഫാത്തിമാന. ഒന്ന് മുസ്തഫായ നബി, 2 മുർത്തദായ അലി, വബ്നാഹുമാ അവർ 2 മക്കള് ഹസൻ ഹുസൈൻ, ഫാത്തിമ. ഇതാണ് എനിക്കുള്ള 5 പേർ എന്നാണ് ഫാത്തിമ മൗലിദിൽ പറഞ്ഞത്. അതന്നെ ഇവിടെയും. അപ്പൊ സഹോദരങ്ങളെ, അറിയാതെ നമ്മിലേക്ക് ഷിയായിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഒന്നിച്ച് ഇത് തിരിച്ചറിയുകയും വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും ഏത് വിശ്വാസമാണോ ഏത് ആചാരമാണോ പഠിപ്പിച്ചത് അതേക്ക് മടങ്ങലുമല്ലാതെ വേറെ പരിഹാര മാർഗമില്ല. അല്ലാതെ ആദർശ സമ്മേളനത്തെ പേരും പറഞ്ഞ് പ്രോഗ്രാം സംഘടിപ്പിച്ച് മുജാഹിദുകൾ ചീത്തറിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കണ്ട. ഈ വക മാറ്റങ്ങളൊക്കെ ലോകമറിയുന്നുണ്ട്. അത് ലോകത്തറിയിക്കുക തന്നെ ചെയ്യും. ആവശ്യമെങ്കിൽ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇതിന്റെ തുടർച്ചയായി ഇനിയും പ്രോഗ്രാമുകൾ വിസ്ഡം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ നമ്മൾ ചെയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് തുടക്കം മാത്രമാണ്. തെറ്റായ ആദർശം ഇവിടെ സ്ഥാപിക്കാനും പ്രചരിപ്പിക്കാനും ആര് രംഗത്ത് വന്നാലും ശരി അതിനെതിരായി പ്രമാണമടിസ്ഥാനമാക്കി ഇറങ്ങി പുറപ്പെടാനുള്ള പ്രതിജ്ഞാബദ്ധർ തന്നെയാണ് ഓരോ മുജാഹിദും എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാറുള്ളത്. അതിനാൽ അഖീദ നമ്മൾ പഠിക്കുക, വിശ്വാസം നമ്മൾ പഠിക്കുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രവാചക വചനങ്ങൾ സ്ഥിരപ്പെട്ടു വന്ന ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സ്വീകരിച്ച് പഠിപ്പിച്ച ആദർശം എന്താണോ വിശ്വാസം എന്താണോ ആ വിശ്വാസം പഠിക്കാൻ നാം തയ്യാറാവുക. അതിലേക്ക് നമ്മൾ മടങ്ങുക. പടച്ച റബ്ബിലേക്ക് പരിപൂർണമായി മനസ്സുകൊണ്ട് മടങ്ങുക. ഇപ്പോൾ ആമുഖ സംസാരത്തിൽ പറഞ്ഞതുപോലെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് പ്രാർത്ഥിക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. തർക്കമുണ്ടാവേണ്ടതില്ലാത്ത ആശയമാണത് എങ്കിൽ ആ ആശയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മാത്രമാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതിനാണ് എനിക്കുള്ള കൽപ്പന എന്ന ആ പ്രഖ്യാപനം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചുകൊണ്ട് ശരിയായ മുഅ്മിനായി മുസ്ലിമായി മുവഹിദായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.